പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചലച്ചിത്ര നടിയും പ്രമുഖ മാധ്യമ പ്രവർത്തകയും ഡോക്യുമെന്ററി സിനിമ സംവിധായകയുമായ ദീപ്തി പിള്ള ശിവനാണ് നമ്മുടെ അതിഥിയായി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ഹായ്, താങ്ക് യു. ഇപ്പോൾ കളിപ്പാട്ട സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ആദ്യമായിട്ട് അഭിനയിച്ചു. എന്നിട്ടാണ് സിനിമാ രംഗത്തോട്ട് വരുന്നത്. എങ്ങനെയാണ് അന്നത്തെ ആ അനുഭവങ്ങളും അല്ലെങ്കിൽ ആ ഓർമ്മയൊക്കെ ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? വേണു നാഗവള്ളി അങ്കിളാണ് ആക്ച്വലി ആ പടത്തിന്റെ ഡയറക്ഷൻ. ഞാൻ PTP നഗറിൽ താമസിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ആ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ ആ റോഡിൽ ഉള്ള അട്ടഹാസം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്കിൾ ടെറസിലായിരുന്നു. ടെറസ് നോക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി ഒരു രക്ഷയില്ലാണ്ട് മാവില് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി കല്ലൊക്കെ എറിയുന്നു, അവിടുന്ന് പൊട്ടിക്കുന്നു. അത് കഴിഞ്ഞ് മതിൽ ചാടി അത് ചാടി എടുക്കുന്നു. അതൊക്കെ കണ്ടിട്ട് അങ്കിള് പറഞ്ഞു ആ ഡ്രൈവറുടെ അടുത്ത് ആ കുട്ടിയെ എവിടുത്തെ വീട്ടിലത്തെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. എല്ലാ ദിവസവും ഞാൻ ശിവൻകോവിലിൽ തൊഴാൻ വേണ്ടി പോകും രാവിലെ. അപ്പം ആ ഡ്രൈവർ ആ സമയത്താണ് ഇവരുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പൊ എന്നും രാവിലെ ഞാൻ അമ്പലത്തിൽ നിന്ന് വരാൻ നേരത്തെ പുള്ളിക്കാരൻ എന്നെ കാണുന്നതാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കറിയാം ഈ കുട്ടി എല്ലാ ദിവസം അമ്പലത്തിൽ തൊഴുന്ന കുട്ടിയാണ്. ഞാനും എൻ്റെ ചേച്ചിയാണ്. പിറ്റേ ദിവസം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് പറഞ്ഞു സാറിന് കാണണം. ഞാൻ പറഞ്ഞു ഏത് സാറ്? ഞാൻ അച്ഛനെ വന്ന് കാണാൻ വേണ്ടി. ഞാൻ അന്ന് കോളേജിൽ പഠിക്കുക ഫസ്റ്റ് ഇയർ. അതിൻ്റെ അച്ഛനെ വന്ന് കണ്ടതിന് ശേഷം പറഞ്ഞു സാറിന് ഇങ്ങനെ മോളെ അഭിനയിക്കാന്നൊക്കെ. അച്ഛൻ പറഞ്ഞു എന്നെ വന്ന് കാണട്ടെ. ബിക്കോസ് അച്ഛന് നമുക്കാർക്കും സിനിമയുമായിട്ട് ബന്ധമില്ലല്ലോ. അച്ഛൻ ആർമി ഓഫീസറായിരുന്നു. അപ്പോൾ ഒരു ബന്ധവും ഇല്ല, നമുക്കിതൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അങ്കിൾ വന്നു, കണ്ടു, സംസാരിച്ചു. അതിൻ്റെ പിന്നെ സ്റ്റോറിയൊക്കെ പറഞ്ഞു. അതിൻ്റെ പിന്നെ അത് അങ്ങനെ ആയി. ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യമായിട്ട് നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഉറ്റുനോക്കുന്ന മെഗാസ്റ്റാറിന്റെ ഒക്കെ കൂടെയാണ്, സൂപ്പർ സ്റ്റാറിന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. അതെ, അന്ന് അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ചിലപ്പം മനസ്സിലാക്കി കാണണമെന്നില്ല. കുട്ടിയായിട്ട് കുട്ടിക്കളി കളിച്ച് നടക്കുന്ന സമയത്ത് ഒരു അവസരം വരുന്നു, നമ്മളതിൽ അഭിനയിക്കുന്നു. പിന്നീട് ഇന്ന് നോക്കുമ്പോൾ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടോ? അന്നും ആക്ച്വലി എനിക്കതൊരു വലിയ എൻ്റെ കുട്ടികളെ ഇപ്പോഴും മാറിയിട്ടില്ല. ഞാനിപ്പം ഇപ്പോഴും എനിക്ക് ഓരോ സാധനം പുതിയ എക്സ്പെരിമെന്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും ഒരു ടാർഗറ്റ് വെക്കും, അത് അച്ചീവ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് എന്താ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈവച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്. ചെയ്യുമ്പം ഒരു യു ഷുഡ് ലീവ് എൻ ഇമ്പാക്ട് എന്നാണ് എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഞാൻ പറയാം. അല്ലാണ്ട് നമ്മൾ ആഗ്രഹിച്ച മാതിരി കിട്ടണമെന്നില്ല, അത് ഭഗവാൻ വിചാരിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആ സമയത്ത് സൂപ്പർ സ്റ്റാർ ആയിരുന്നു മോഹൻലാൽ. അപ്പം സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കാൻ കിട്ടുകയെന്ന് വെച്ചാൽ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന്റെ അതും ലാലേട്ടന്റെ കൂടെ, മമ്മൂക്കേന്റെ കൂടെയും അഭിനയിക്കാനുള്ള അവസരം കിട്ടി. പക്ഷെ അത് ശ്രീനിവാസൻ ചേട്ടൻ എഴുതിയ ഒരു മഴയത്തു മുമ്പേ എന്നെ മാത്രം ഓർത്ത് എഴുതിയ സ്റ്റോറിയാണെന്ന് എപ്പോഴും പറയും എൻ്റെ അടുത്ത്. എന്നെ ഓർത്ത് മാത്രം എഴുതിയ സ്റ്റോറിയാണ് അത്. പക്ഷെ എന്തോ കാരണവശാൽ അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ദീസ് വർ ദ 2 സൂപ്പർ സ്റ്റാർസ് ഐ റിയലി വാണ്ടഡ് ടു വർക്ക്. അത് പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ മോഹൻലാലിന്റെ കൂടെ ചെയ്തു. അത് ആ ഫുൾ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തു. ഇപ്പോഴും ഹി ട്രീറ്റ്സ് മീ. എപ്പോഴും ലാലേട്ടൻ ആയിക്കോട്ടെ, മമ്മൂക്ക പറയാ, മമ്മൂക്കാക്ക് എന്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ മോൻ ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്ന മോൻ. അപ്പൊ പറയും മോൻ വളർന്ന് മെച്ചുറായി, അമ്മ ഇതുവരെ വളർന്ന് മെച്ചുറായിട്ടില്ല എന്ന് പറയും. പക്ഷെ ആ എക്സ്പീരിയൻസ് ടു വർക്ക് വിത്ത് സീനിയർ ആർട്ടിസ്റ്റ് അത് അന്നും ഞാൻ ട്രഷർ ചെയ്യുന്നു, ഇന്നും ഞാൻ ട്രഷർ ചെയ്യുന്നു എവറി മിനിറ്റ്. അന്നത്തെ ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് സിനിമ ഒരു കരിയറായിട്ട് എടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഭയങ്കര ഇൻസിസ്റ്റന്റ് ആയിരുന്നു. ഞാൻ LLB ചെയ്യായിരുന്നു. അപ്പം ഇറ്റ് വാസ് എ പ്രൊഫഷണൽ കോഴ്സ്. അപ്പം അച്ഛൻ ഭയങ്കര ലൈക്ക് ഇൻസിസ്റ്റന്റ് ആയിരുന്നു. ദാറ്റ് പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു ബേസ് വേണം, ഒരു ബാക്കപ്പ് വേണം. സിനിമ ഈസ് എ
അൺപ്രഡിക്റ്റബിൾ ഫീൽഡ്. അതിൽ ചിലപ്പോൾ സക്സസ് കിട്ടും, ചിലപ്പോൾ സക്സസ് കിട്ടില്ല. പക്ഷേ അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് യു ഷുഡ് ഹാവ് എൻ എഡ്യൂക്കേഷൻ ആസ് എ ബാക്കപ്പ് എന്ന് അച്ഛൻ പറയുന്നു. അത് അച്ഛൻ അന്ന് പറഞ്ഞത് അന്ന് നമുക്കത് മനസ്സിലാവില്ല. പക്ഷെ ഇന്ന് വെൻ ഐ ലുക്ക് ബാക്ക് എൻ്റെ കരിയറിൽ ഞാൻ ഇന്നൊരു കോർപ്പറേറ്റ് വേൾഡിലും അതിലൊക്കെ ഞാൻ ഇത്രയും ഷൈൻ ചെയ്യാൻ പറ്റിയത് ഇസ് ബിക്കോസ് മൈ എഡ്യൂക്കേഷൻ വാസ് മൈ ബിഗസ്റ്റ് ബാക്ക് ബോൺ. അതുകൊണ്ട് അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ LLB കംപ്ലീറ്റ് ചെയ്തു. സൺഡേ സന്നദ്ധ എടുത്തു. അച്ഛൻ അടുത്ത മൺഡേ കെട്ടിച്ചും വിട്ടു. പഠിത്തം കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചു വിട്ടു. പക്ഷേ കെട്ടിച്ചു വിട്ടത് ഫിലിമി ഫാമിലി ആയതുകൊണ്ട് അത് പിന്നെയും ഞാൻ സിനിമാ ലോകത്ത് തന്നെ നിന്നു. ഭഗവാൻ ആഗ്രഹം ഉണ്ടായി കാണും ഈ കുട്ടി സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ മതി. അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാണ്? ഞാൻ അഭിനയിച്ച സിനിമ കളിപ്പാട്ടം. അതിൽ ഞാൻ അഭിനയിച്ച പാട്ട് മൊഴിയെഴുകും. അത് ഇത്രയും വർഷമായി ഞാൻ മറന്നു. ഞാൻ ഇപ്പൊ സിനിമയിൽ പണ്ട് അഭിനയിച്ചു എന്നൊന്നും എനിക്ക് ആ ഒരു ബോധവും ഇല്ല, ഒന്നുമില്ല. ഞാൻ അത് ഐ ഡോണ്ട് ഇവൻ മെൻഷൻ, ഞാൻ വിട്ടു. പക്ഷെ ഇപ്പോഴും ഞാൻ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഞാൻ ഒരു ഷോപ്പിംഗ് മാളിൽ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ എന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഇത്രയും വണ്ണം വെച്ചിട്ടും 3 പിള്ളേരുടെ അമ്മയെ വണ്ണം വെച്ച് ആ പാട്ട് എന്തൊരു ബ്യൂട്ടിഫുൾ പാട്ട്, അതിന്ന് എങ്ങനെ മറക്കാൻ പറ്റും ചേച്ചീനെ എന്നൊക്കെ ചിലവരൊക്കെ പറയും. അതൊക്കെ എനിക്ക് ഇപ്പോഴും പീപ്പിൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ പാട്ട് വെച്ചിട്ടാ. അതുകൊണ്ട് ഐ ഹാവ് ദാറ്റ് ഒരു അറ്റാച്ച്മെന്റ് ടു ദാറ്റ് സോങ്. പിന്നെ ഒബ്വിയസ്ലി അങ്കിളുടെ ഓർമ്മ ഒന്നുമില്ലെങ്കിൽ വേണു അങ്കിൾ കാരണമാണല്ലോ ഞാൻ ഇന്ന് ഇവിടെ. ഇപ്പോ ഈ പാട്ട് വരികൾ കോന്നിയൂർ ഭാസിന്റേതാണ്, സംഗീതം രവീന്ദ്രൻ, പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. മാഡം ജനിച്ചതും കുട്ടിക്കാലവും ഒക്കെ എവിടെയായിരുന്നു? അച്ഛൻ ആർമി ഓഫീസറായിരുന്നു. ഞാൻ ജനിച്ചത് പഞ്ചാബ് ഫിറോസ്പൂരിൽ. അതുകൊണ്ട് എപ്പോഴും പറയാ അമ്മയൊക്കെ കളിയാക്കും, നീ ചിലപ്പോൾ എൻ്റെ ലുക്സ് വെച്ചിട്ട് പറയാമോ നീ പഞ്ചാബിയാണ്, നീ എൻ്റെ ഇതില്ല, അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോയത് എന്നൊക്കെ തമാശയൊക്കെ പറയും. അപ്പൊ പഞ്ചാബിൽ ജനിച്ചു. വളർന്നത് ബിക്കോസ് അച്ഛൻ ആർമിയിലായിരുന്നുകൊണ്ട് ഓൾ ഓവർ ഇന്ത്യ. പിന്നെ ഞാൻ LLB ഇവിടെ കേരള ലോ അക്കാഡമിയിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ MBAയും അഡീഷണൽ സ്റ്റഡീസ് ഒക്കെ ചെയ്തത്. XLRI എന്നും ഒക്കെ ചെയ്തു. പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ അതൊക്കെ എൻ്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് വഴിയും ഓൺ ഇതും വെച്ചിട്ടൊക്കെ കുറെ അഡീഷണൽ ഡിഗ്രീസ് ഒക്കെ എടുത്തു. അത് ആ എഡ്യൂക്കേഷൻ തിങ് അച്ഛൻ ആ വിത്തിട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് അത് ഓൾവേസ് വാണ്ടഡ് ടു എക്സ്പാൻഡ് മൈ ദിസ് തിങ്. പക്ഷേ പഞ്ചാബിൽ ജനിച്ച് ഇതുപോലെ ഇന്ത്യയിലെ പലവിധ സംസ്ഥാനങ്ങളിലൊക്കെ വളർന്നെങ്കിലും നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. എങ്ങനെയായിരുന്നു മലയാളമായിട്ടുള്ള ബന്ധം? വീട്ടിൽ മലയാളം കമ്പൽസറി ആയിരുന്നു. പക്ഷെ എന്നാലും ആൾക്കാർ പറയാറുണ്ട് എന്റെ മലയാളം ശരിയല്ല എന്ന്. ഒരു കേരളത്തിന് പുറത്ത് ജനിച്ച് വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം മലയാളം നല്ലത് തന്നെ. അത് കൂടാതെ അമ്മ കണ്ണൂരിന്നാ. അപ്പൊ നമ്മളെ ഭാഷ വന്നിട്ട് ചിലപ്പോ അമ്മേന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ അമ്മ പോയിനാ വന്നിനാ അല്ല അപ്പ എന്താടോ നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിപ്പോ. അച്ഛൻ കോട്ടയം ഏറ്റുവാനും വന്നു. അച്ഛൻ എന്തൊരു ഭാഷയാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയും. പക്ഷെ വന്ന് സെറ്റിൽ ചെയ്തത് കോളേജൊക്കെ ചെയ്തപ്പോ തിരുവനന്തപുരത്ത് എന്തടേ ഇത് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി എനിക്കിപ്പം ബേസ് ഇല്ലാത്ത മലയാളം 3 മിക്സ് ആയിട്ട് ചിലപ്പോ വരും. ചിലപ്പോൾ കണ്ണൂരുകാരനെ കാണുമ്പോഴത്തേക്ക് അത് ആ ഭാഷ വരും. ചിലപ്പം എൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ കാണും എന്തോന്നടേ നീ കാണിക്കുന്നത് എന്തിരേ എന്നൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ചിലപ്പോൾ ആൾക്കാർ പറയില്ലേ എൻ്റെ മലയാളം അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല പക്ഷെ എവിടെയോ ഉണ്ട്, പക്ഷെ മലയാളം അറിയാം. പിന്നെ LLBക്ക് നമുക്ക് മലയാളം ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അതായത് ഒരു 25 മാർക്ക് ഉണ്ടായിരുന്നു. അത് ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോവായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് വേർഡ് വി ഹാഡ് ടു ട്രാൻസ്ലേറ്റ്. അപ്പം മലയാളം പഠിച്ചു, വായിക്കാനോ ഏതാനും ഒക്കെ പഠിച്ചു. പണ്ട് സംസാരിക്കുകയുള്ളൂ, അപ്പം വായിക്കാനും ഏതാനും പഠിച്ചു. റേഡിയോ ടെലിവിഷൻ കരിയറാണ് കൂടുതൽ കാലവും ഉണ്ടായിരുന്നത്. ഇപ്പോൾ റെഡ് FM, സൺ TV, CTV തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നേതൃനിരയിൽ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നിന്നൊരു ലീഡർ എന്ന നിലയിലേക്കുള്ള മാറ്റം എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ ഭയങ്കര ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് പേഴ്സൺ ആയിരുന്നു. ലൈക്ക് ഇൻ ദ സെൻസ് ദാറ്റ് ഞാൻ എല്ലാം സ്കൂളിലും കോളേജിലും എല്ലാ പരിപാടിക്കും പങ്കെടുക്കുമായിരുന്നു. കലാതിലകം ഈവൻ സ്പോർട്സിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഓൾറൗണ്ടർ അങ്ങനത്തെയൊക്കെ. നമുക്ക് പ്രോജക്റ്റ് ഒക്കെ തരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ യുണീക്കായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, സഞ്ജിനി എന്ന് പറഞ്ഞു. നമ്മൾ സ്കൂളിലായിരുന്നപ്പോൾ ഒരു ടീച്ചർ നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നത് ഗിൽഹെറി എന്ന് പറഞ്ഞിട്ടൊരു പോയട്രി ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ചാർട്ട് പേപ്പറിൽ എഴുതണം എന്ന് പറഞ്ഞു. എല്ലാവരും ചുമ്മാ ചാർട്ട് പേപ്പറിൽ പോയട്രി
എഴുതിക്കൊണ്ട് വന്നു. ഞാനിത് എങ്ങനെയാ ഡിഫറെന്റ് ആക്കുവോ, ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്രൗൺ ചാർട്ട് പേപ്പർ മേടിച്ചു. ഗിലറി എന്ന് വെച്ചാൽ അണ്ണാൻ, അപ്പൊ അതിന്റെ ബുഷി ടെയിൽസ് അല്ലേ, വാലിങ്ങനെ ബുഷിയല്ലേ. അപ്പൊ ഞാൻ ആ ബ്രൗൺ ചാർട്ട് പേപ്പർ മേടിച്ചിട്ട് ഒരു അണ്ണാനെ വരച്ചിട്ട് ഒരു ബുഷി ടെയിൽ പോലെ ആക്കിയിട്ട് ആ ചാർട്ട് പേപ്പറിന് അണ്ണാന്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ആ ഫുൾ പോയട്രി അണ്ണാന്റെ ഇതിലാണ് എഴുതിയത്. എനിക്ക് ഒരു സുഖം, എല്ലാരും കാണിച്ചതിന് ശേഷം ലാസ്റ്റിലേ കാണിക്കുള്ളൂ. ആ ലാസ്റ്റിൽ കാണിച്ചപ്പോഴത്തേക്ക് നമ്മൾ സ്കൂളിലൊക്കെ ആയിരിക്കും എന്നൊക്കെ പിള്ളേരൊക്കെ ആക്കില്ലേ, അങ്ങനെയൊക്കെ ആക്കിയപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഫ്രണ്ട് എപ്പോഴും പറയും, നീ ഇല്ലേ എപ്പോഴും വേറെ ചിന്തിക്കുക. ഷീ വാസ് മൈ ഇൻസ്പിറേഷൻ. അന്ന് യു നീഡ് ദാറ്റ് വൺ പേഴ്സൺ അല്ലേ ആ ട്രിഗർ തരാൻ വേണ്ടിയിട്ടായിട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ആ ട്രിഗർ ആ ഫ്രണ്ടാ ഇന്നും. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനെയാ പറയാ, നമ്മൾ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയണം, ഈ സൂയിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ലാണ്ട് നല്ലതാണെങ്കിൽ നല്ല, ചീത്തയാണെങ്കിൽ ചീത്ത. ഇന്നും ആ കുട്ടിയാണ് മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എപ്പോഴും ആരാണ് നീ അത് ചെയ്ത ശരിയായി പോയി. ഇപ്പൊ ഞാൻ സഞ്ജീവേട്ടനായിട്ട് അടിവെല്ലാം ഇട്ട സഞ്ജീവേട്ടനല്ലേ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അവള് ബോധ്യപ്പെടുത്തും. യു നീഡ് സച്ച് ഫ്രണ്ട്സ്. അന്ന് ആ കുട്ടിയാണ് ആ ട്രിഗർ. അതിന് ശേഷം പിന്നെ എന്തും ഞാൻ ചിന്തിക്കാൻ തോന്നുന്ന എപ്പോഴും ഹൗ ഡിഫറെന്റ് ക്യാൻ ഐ മേക്ക് ഇറ്റ്, ഹൗ ഡിഫറെന്റ്. ഇപ്പോഴും എന്റെ ഇൻസ്പിറേഷൻ സഞ്ജീവേട്ടൻ പറയുന്നത്, നിനക്ക് ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ യു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. അതാണ് നിന്റെ ഹൈലൈറ്റ് എന്ന് പറയും. എങ്ങനെ ആ ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഹൗ ഡിഫറെന്റ് ക്യാൻ യു തിങ്ക് എന്ന് പറഞ്ഞു. I think these are two people who is inspiring me. ഓ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? രണ്ടാമത്തെ പാട്ട് ഏതാണ് കേൾക്കാൻ ഇഷ്ടം? രണ്ടാമത്തെ പാട്ട് എൻ്റെ കുടുംബത്തിലെ ബെസ്റ്റ് ഫിലിം യോദ്ധയിലെ എൻ്റെ ഫേവറേറ്റ് പടകാളി എ.ആർ. റഹ്മാൻ. അന്ന് എ.ആർ. റഹ്മാൻ അല്ല, അന്ന് ദിലീപ്പ. ഈ പടം ചെയ്തതിന് ശേഷം റോജ ചെയ്ത്. ആൻഡ് ഈ പാട്ടാണ് എൻ്റെ ഫേവറേറ്റ്, അന്നും ഇന്നും എപ്പോഴും. ഈ പാട്ടിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. സംഗീതം പറഞ്ഞ പോലെ എ.ആർ. റഹ്മാനാണ്. പാടിയിരിക്കുന്നത് കെ.ജെ. യേശുദാസും എം.ജി. ശ്രീകുമാറും ചേർന്നിട്ട്. നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. മാഡം കരിയർ തുടങ്ങിയ സമയത്തെ ടെലിവിഷൻ രംഗം, ഇന്നത്തെ ടെലിവിഷൻ രംഗം ഒരുപാട് ഡിജിറ്റലായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യ ഒരുപാട് വന്നു. അപ്പോൾ അന്ന് പ്യുവർലി ആൾക്കാരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ടെക്നോളജിയുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്? ഓരോ ടെക്നോളജി ഈസ് ആക്ച്വലി ട്രൈങ് ടു ഹെൽപ്പ് ഹ്യൂമൻ ബീങ്. ഒരു സെമിനാറിന് പോയപ്പോഴത്തേക്ക് ഡൽഹിയിൽ വെച്ച്, ആ സെമിനാറിൽ ഐ ഹാഡ് മെറ്റ് അപ്പ് വിത്ത് എ സയന്റിസ്റ്റ് ഹു വാസ് ഫ്രം ലണ്ടൻ. പുള്ളിക്കാരൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. പറയുന്നു ദാറ്റ് ഇറ്റ് ഇസ് AI is having the tool and you give this instruction that to do these things, but tomorrow, so many years later, the AI will take over your intellect and things like that, and it will not give you the ഇപ്പം ആ കമ്പ്യൂട്ടറിന് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, കമ്പ്യൂട്ടർ ചെയ്യുന്നു. ബട്ട് ദ അഡ്വാൻസ് ഓഫ് ദ ടെക്നോളജി ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി നാളെ മെഷീൻ വിൽ സ്റ്റാർട്ട് റൂളിങ് യു എന്നുള്ള രീതിയിൽ. അപ്പം എല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ട് കൊള്ളാം, പക്ഷെ അതിന്റെ ബിയോണ്ട് ഐ തിങ്ക് യൂസിങ് സംതിങ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആകുമ്പോഴത്തേക്ക് അതിന്റെ ആ ഫ്ലേവർ പോകും. ഇപ്പൊ ഒരു സിനിമേന്റെ കഥ എഴുതാൻ പറഞ്ഞാൽ ഒരു AI സിനിമ കഥ തരും, പക്ഷെ നമ്മൾ പണ്ടത്തെ ആ സോൾ എന്തായാലും സിനിമേന്റെ എന്തായാലും എല്ലാത്തിനും ഒരു സോൾ ഇല്ലേ, ആ സോൾ എന്തായാലും നഷ്ടപ്പെടും ഇപ്പത്തെ ഈ മോഡേൺ ടെക്നോളജിയിൽ. ദാറ്റ് ഐ ഡെഫിനറ്റ്ലി ബിലീവ് ദാറ്റ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇസ് മച്ച് ബെറ്റർ ദാൻ എനിത്തിങ്, അല്ലേ? അതെ. അല്ല, ഇപ്പോൾ ഒരു പാട്ടാണെങ്കിലും 2 വരി കിട്ടിയാൽ ഉടനെ എയോട് പറഞ്ഞിട്ട് മ്യൂസിക് ചെയ്തിട്ട് അത് പാട്ടായിട്ട് അപ്പം തന്നെ വരികയാണ്. അപ്പോൾ മാഡം പറഞ്ഞ പോലെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു ക്രിയേറ്റിവിറ്റിയുടെ, നമ്മുടെ ഒരു സോൾ എന്ന് പറയുന്ന ഒരു സാധനം മിസ്സിംഗ് 100%. എല്ലാം കിട്ടും, ആ റെട്രോ മിക്സും ആ മിക്സും എല്ലാം കിട്ടും. പക്ഷേ ആ ഒരു ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പൊ പഴയ പാട്ടുകളുടെ ആ ഒരു ഫ്ലേവർ ഇപ്പം നമ്മൾ മോഡേൺ ഗാഡ്ജറ്റ്സ്, മോഡേൺ മ്യൂസിക്, മോഡേൺ ടെക്നോളജി ആണെങ്കിലും ഇപ്പോഴും അതിന് ഒരു ഡിറ്റീറിയേഷൻ ഉണ്ട്. 10% ഡിറ്റീറിയേഷൻ എല്ലാ സ്റ്റേജിലും, 10% ഡിറ്റീറിയേഷൻ. അപ്പൊ ഇമാജിൻ AI എടുത്തുമ്പോൾ 100% there will be more percentage of deterioration. ഇപ്പോൾ ആദ്യത്തെ പ്രധാന ഡോക്യുമെന്ററി ആയിട്ട് ഡീകോഡിംഗ് ശങ്കർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗായകൻ ശങ്കർ മഹാദേവനെ കുറിച്ചുള്ള ലൈഫ് സ്റ്റോറിയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ശങ്കർ മഹാദേവനെ തിരഞ്ഞെടുത്തത്? എന്റെ ഫേവറേറ്റ് ആയിരുന്നു ശങ്കർ മഹാദേവൻ. ഐ ഷുഡ് ലവ് ഹിം. എന്റെ ചെറുപ്പം മുതലേ ഒരു പാട്ടുണ്ടായിരുന്നു അദ്ദേഹം പാടിയത്, ബ്രെത്ത്ലെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമായിരുന്നു. ആ സമയത്ത്
സമയത്ത് ദൂരദർശനില മറ്റേ ടോപ്പ് 20 സോങ്സിൽ. അപ്പൊ ബ്രെത്ത്ലെസ് ആയിരുന്നു നമ്പർ 1 ടോപ്പ് ഓഫ് ദ ചാർട്ട്. സൺഡേ ഉണ്ടാവുമായിരുന്നു, ചിത്രഹാർ എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ. അപ്പൊ ബ്രെത്ത്ലെസ് കണ്ടപ്പോ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ പാടുന്ന പാട്ട്, പിന്നെ അത് കഴിഞ്ഞ് ദിൽ ചാത്ത ഹൈ സിനിമ വന്നപ്പോഴത്തേക്ക് അതൊരു ട്രെൻഡ് സെറ്ററായി. പിന്നെ ഭയങ്കര അഡ്മിറേഷൻ ആയിരുന്നു. ബെസ്റ്റ് തിങ് അബൌട്ട് അദ്ദേഹം എന്താന്ന് വെച്ചാൽ ഒന്ന് സൗത്ത് ഇന്ത്യൻ്റെ എഫിനിറ്റി ഉണ്ടായിരുന്നു. സെക്കൻഡ് തിങ് വന്നിട്ട് പുള്ളിക്കാരൻ പാലക്കാട് കേരള എഫിനിറ്റി ഉണ്ടായിരുന്നു. തേർഡ് തിങ് വന്നിട്ട് പുള്ളിക്കാരന് ഹിന്ദി പാട്ട് പാടാൻ പറ്റുന്നുണ്ട്, തമിഴ് പാട്ട് പാടാൻ പറ്റുന്നുണ്ട്, ക്ലാസിക്കൽ പാടാൻ പറ്റുന്നു, ഭജൻസ് പാടാൻ പറ്റുന്നു. അപ്പൊ രാവിലെ എണീച്ചിട്ട് പുള്ളിക്കാരന്റെ വോയിസിൽ ആ രാവിലത്തെ ഭജൻ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഗണപതിന്റെ ഒരു പാട്ടുണ്ട്, മഹാഗണപതി. ആ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ശീലിച്ച് വന്നപ്പോഴത്തേക്ക് ഭയങ്കര അഡ്മിറേഷനായി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇങ്ങനെ വി വോണ്ട് ടു മേക്ക്. അപ്പൊ ഇൻസ്റ്റന്റ്ലി സഞ്ജീവേട്ടൻ പറഞ്ഞു, യു ആർ സച്ച് എ ബിഗ് ഫാൻ ഓഫ് ശങ്കർ മഹാദേവൻ, നോ വൈ ഡോണ്ട് യു തിങ്ക് ഓഫ് എ കോൺസെപ്റ്റ്. സഞ്ജീവേട്ടൻ ആണ് ആക്ച്വലി എൻ്റെ ലൈഫിൽ ഓരോ കാര്യത്തിനും എന്നെ ഇൻസ്പയർ ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് തിങ്ക് എന്ന് പറയുന്ന ആ വിത്തിട്ടതൊക്കെ സഞ്ജീവേട്ടൻ 100%. ആദ്യത്തെ ആ വിത്ത് സഞ്ജീവേട്ടൻ ഇടും, പിന്നെ ഞാനത് അവിടെ നിന്ന് കയറി പിടിക്കും. പക്ഷെ ആ വിത്തിടാൻ വേണ്ടിയിട്ട് ഒരാൾ വേണ്ടേ, അതാണ് അദ്ദേഹം. അങ്ങനെ പറഞ്ഞിട്ട് ആ പടം വന്ന് ഞാൻ സബ്മിറ്റ് ചെയ്തു ഫോർഡ് ഫൗണ്ടേഷൻ. അത് ഇറ്റ് വാസ് അണ്ടർ പബ്ലിക് PSBT എന്ന് പറഞ്ഞിട്ട് PSBTക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അവർ അപ്രൂവ് ചെയ്ത് അങ്ങനെ ഇത് മിനിസ്ട്രി ഓഫ് INB ആണ് അവരുടെ കീഴേ ഇത് വരുന്ന. അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ട് ശങ്കർ മഹാദേവനെ പോയി കാണുമായിരുന്നു. അപ്പം അന്ന് ഞാൻ പ്രഗ്നൻ്റാ, എൻ്റെ 3rd കുട്ടിയായിട്ട്. അവൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനൊരു പടം ചെയ്യാൻ. He said, let me think about it. ഞാൻ പറഞ്ഞു no thinking, I'm doing this documentary with you and I have come now, I might go into delivery so I have to do it എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് he said ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് പറയാ no thinking I'm doing it എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അടിച്ച് ഏൽപ്പിച്ചത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ശരി when do you want to shoot എന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. പിന്നെ ഇല്ല തിങ്കിങ് ഒന്നും ഇല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായി. പിന്നെ ഞാൻ ഡെലിവറിന്റെ മുമ്പ് കുറെ പോർഷൻ ഷൂട്ട് ചെയ്ത് ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് അപ്പൊ അമ്മ പറഞ്ഞു 3 മാസമല്ല ആവാണ്ട് കുഞ്ഞിനെ വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റൂല, നമ്മ വാശി പിടിച്ചു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടീനെ എടുത്തോണ്ട് ഞാൻ പോയി. അപ്പൊ കുട്ടിക്ക് വേണ്ടിയിട്ട് സഞ്ജീവേട്ടൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സഞ്ജീവേട്ടൻ പറഞ്ഞു സിൻസ് യു ഡൂയിങ് എ ഡോക്യുമെന്ററി നോബഡി ഫ്രം ദ ശിവൻസ് വിൽ ബി ദെയർ വിത്ത് യു. അല്ലെങ്കിൽ നാളെ എല്ലാവരും പറയാ അത് ഇവർ ഹെൽപ്പ് ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്ത്. നിന്റെ തന്നെ ബ്രെയിൻ വേവ് ആണ്, നിന്റെ തന്നെ ഒരു ഐഡിയ ആണ്, നിന്റെ തന്നെ ഹാർഡ് വർക്ക് ആണ്, നിന്റെ വിഷൻ ആണ് നീ ആ പടത്തിൽ ഇടാൻ പോണെ. അപ്പൊ എത്രയും ഹാർഡ് വർക്ക് ഇട്ടിട്ട് ചുമ്മാ നമ്മളവിടെ വന്നിട്ട് ലൊക്കേഷനിൽ ഇരുന്നതിന്റെ പേരിൽ നിനക്ക് കിട്ടേണ്ട അർഹിക്കുന്ന നിനക്ക് അത് ആൾക്കാർ വെറുതെ ചുമ്മാ നമ്മളെ അവിടെ വന്നു എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് നിനക്ക് കിട്ടാണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ ആരും ശിവൻസ് ഉണ്ടാവൂല ഹെൽപ്പ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഇനീഷ്യൽ ഷൂട്ടിങ്ങിനൊന്നും സഞ്ജീവേട്ടൻ ഉണ്ടായിരുന്നില്ല. പ്രസവിച്ച് കഴിഞ്ഞപ്പോ കുഞ്ഞിന് എന്തെങ്കിലും വരണ്ട വെച്ചിട്ട് പുള്ളിക്കാരൻ അപ്പൊ ലൊക്കേഷനിൽ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടായിട്ട് വന്നു. എന്നിട്ട് ശങ്കർ മഹാദേവൻ ഹൗ ആർ യു ഷൂട്ടിംഗ് വിത്ത് ദ ബേബീനെ കയ്യിലൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് കുഞ്ഞ് കറിയുമ്പോഴൊക്കെ ഞാൻ പറയാം ചേട്ടാ 1 minute മിൽക്ക് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നു അതൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് ആ ഹാർഡ് വർക്കിന്റെ കാണാനുണ്ട്. ആ പടം വെന്റ് ഓൺ ടു വിൻ 25 ഇന്റർനാഷണൽ അവാർഡ്സ്. അതിന് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. ശങ്കർ മഹാദേവൻ ഫാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെതായ ഒരു ഹാർഡ് വർക്ക് അത് കാണാനുണ്ട്. ആൻഡ് ദാറ്റ് ഓൾസോ മെയ്ഡ് മീ ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ 25 ഇന്റർനാഷണൽ അവാർഡ്സ് ഫോർ എ ഫിലിം ആൻഡ് ഓൾ. ഐ എം ഓൺലി പ്രൗഡ് ദാറ്റ് ഐ ഡിഡ് ഇറ്റ് ദാറ്റ് വേ. ഒരു സംഗീതജ്ഞന്റെ ജീവിതമാണ് നമ്മൾ ദൃശ്യവൽക്കരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കുമല്ലോ. ഒരു സംവിധായക എന്നുള്ള നിലയ്ക്ക് ആ ഒരു മിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്ന കോൺഫിഡൻസ് അല്ലെങ്കിൽ അത് കൈവന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ പറഞ്ഞു ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞിനെ വെച്ചിട്ടും ഒക്കെയാണ് നമ്മളത് ചെയ്തത്. 25 ഇന്റർനാഷണൽ അവാർഡോളം നേടിയ ആദ്യത്തെ വനിതാ സംവിധായകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ആ ഒരു സംവിധായക എന്നുള്ള നിലയ്ക്ക് ആ ഒരു പ്രൊജക്ട് തന്ന കോൺഫിഡൻസ് എത്രത്തോളം? കോൺഫിഡൻസ് വന്നത് തന്നെ ബിക്കോസ് സഞ്ജീവേട്ടൻ പറഞ്ഞ മാതിരി നമ്മൾ ആരും ഉണ്ടാവില്ല ലൊക്കേഷനിൽ. യു വിൽ ഹാവ് ടു ഹാൻഡിൽ ഇറ്റ് യുവർ സെൽഫ്. നമ്മൾ ഈ വണ്ടി ഓട്ടിക്കാൻ വേണ്ടിയിട്ടായിട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ ഇൻസ്ട്രക്ടർ കയ്യിലുണ്ടാവും. ലാസ്റ്റിൽ ഇൻസ്ട്രക്ടർ എല്ലാം പഠിച്ചു എല്ലൊക്കെ എടുത്തു മാറ്റി ഇനി തന്നെ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആക്ച്വലി ഇതിന്റെ മുമ്പേ ഡയറക്ഷൻ ചെയ്തില്ല. യെസ്, സഞ്ജീവേട്ടൻ്റെ അടുത്തും സംഗീതേട്ടൻ്റെ ഒക്കെ കൂടെ ഞാൻ പ്രൊഡക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് കൂടെ നിന്നിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ നേരത്തും കൂടെ നിന്നിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നു.
ഫ്രം ദ ടൈം ദാറ്റ് ഐ മാരിഡ്. പക്ഷെ ആ പഠിച്ചതൊക്കെ എനിക്ക് അറിയാം എന്നുള്ളൊരു തിരിച്ചറിവ് ഒള്ളി സഞ്ജീവേട്ടനെ, ഞാൻ സഞ്ജീവേട്ടനെ ഗുരുവായിട്ടാണ് കാണുന്നത്. എന്റെ മോർ ദാൻ മൈ ഹസ്ബൻഡ് ഐ ലുക്ക് അറ്റ് ഹിം ആസ് ഗുരു. ആ അദ്ദേഹത്തിനായിരുന്നു അതിൻ്റെ അടുത്തുള്ള കോൺഫിഡൻസ്. ഹി സെഡ് യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അതിന് ചെയ്യാൻ പറ്റുമോ? എന്താ 100% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫിലിം മേക്കിംഗ് ഡസന്റ് ഹാവ് എനി ലാംഗ്വേജ്. ഇറ്റ് ഈസ് യുവർ വിഷൻ ആസ് എ ഡയറക്ടർ. ഇഫ് പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ് ദെൻ യു ആർ എ സക്സസ്ഫുൾ ഡയറക്ടർ എന്ന് പറഞ്ഞു. അത് അതേമാതിരി ഫീച്ചർ ഫിലിമിലും അതേമാതിരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹമാണ് തന്നെ. ആ ഒരു കോൺഫിഡൻസ് തന്നിട്ട് ഞാൻ പിന്നെ ആ ബാഷ് ഓൺ റിഗാർഡ്ലെസ് എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ആ ദാറ്റ് ഫെയ്ത്ത് ദാറ്റ് ഹി ഹാഡ്, എനിക്ക് അതിൽ ലിവ് അപ്പ് ടു ചെയ്യണം എന്നുള്ളൊരു ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് ആ പടങ്ങൾ ചെയ്തു, ആ ഡോക്യുമെന്ററി ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയ രണ്ട് ആൾക്കാരുടെ റിയാക്ഷൻ ആയിരുന്നു എനിക്ക് ഇമ്പോർട്ടൻറ്റ്. വൺ വാസ് സഞ്ജീവേട്ടൻ്റെ റിയാക്ഷൻ ആസ് എ ഗുരു. ഫസ്റ്റ് കട്ട് ഞാൻ അദ്ദേഹത്തിനെയാണ് കാണിച്ചത്. സെക്കൻഡ് ബിക്കോസ് ഇറ്റ് വാസ് ശങ്കർ മഹാദേവന്റെ പുറത്തുള്ള സ്റ്റോറി. 99% ഓഫ് ദ ടൈം നമ്മൾ എപ്പോഴും കേൾക്കുന്ന എന്താ അറിയാമോ, ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരാളെ പറ്റി ബയോഗ്രഫി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവരത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അവർ പറയുമ്പോൾ ദിസ് ഇസ് നോട്ട് മൈ ലൈഫ് സ്റ്റോറി, ദിസ് ഇസ് നോട്ട് ദ വേ ഐ തോട്ട് ഇറ്റ് വിൽ ടേൺ, ദിസ് ഐ എം നോട്ട് എഗ്രീയിങ് ടു ഇറ്റ്. അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു കോൺട്രവേഴ്സി കേട്ടിട്ടുണ്ട്. പക്ഷെ AR റഹ്മാന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, അതിനും ഹി വാസ് ഡിസാറ്റിസ്ഫൈഡ്. നമ്മൾ പണ്ഡിറ്റ് രവിശങ്കറിനും കുറേ പേര് നമ്മൾ ഡോക്യുമെന്ററീസ് കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ശങ്കർ മഹാദേവന്റെ റിയാക്ഷൻ എന്തായിരിക്കും. ആ ഡോക്യുമെന്ററി ചെയ്തിട്ട് ശങ്കർ മഹാദേവനും വൈഫും പിള്ളേരും ഒക്കെ റിയാക്ഷൻ കണ്ടപ്പോഴത്തേക്ക് എന്നെ വന്നിട്ട് ഒരു ഹഗ്ഗും തന്ന്, വൈഫും വന്നിട്ട് ഒരു ഹഗ്ഗും, ഒരു ഗ്രൂപ്പ് ഹഗ്ഗും. ആൻഡ് പുള്ളിക്കാരൻ ഒരു കരച്ചിലൊക്കെ കരഞ്ഞു. ആൻഡ് പറഞ്ഞു യു ഹാവ് നോ ഐഡിയ വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവരുടെ വൈഫിന്റെ വക ഒരുപാട് ഉമ്മയൊക്കെ കിട്ടി. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് മോർ ഓഫ് ഐ എം മോർ ലൈക്ക് എ സിസ്റ്റർ ടു ഹിം. അപ്പൊ എന്ത് നല്ല കാര്യം നടന്നാലും ഫസ്റ്റ് കോൾ സംഗീത ചേച്ചിക്ക് പോവും, സെക്കൻഡ് കോൾ ഹിൽ ടെൽ മീ. ഈ പടം ചെയ്തതിന് ശേഷം പത്മശ്രീ കിട്ടിയ അപ്പം ഒരു കോൾ വന്നു, ദീപ്സ് യു നോ വാട്ട്, ദിസ് ഇസ് ഫസ്റ്റ് call I made to Sangeeta. This is my second call to you. I just won Padmashri. എനിക്ക് ഇതുപോലെ സന്തോഷം പിന്നെ വേറെ എന്ത് വേണം ജീവിതത്തിൽ. ദാറ്റ് റിലേഷൻഷിപ്പ് ഇസ് ബോൺ. അതേമാതിരി ചേട്ടന് PhD കിട്ടി ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ. PhD കിട്ടിയപ്പോഴത്തേക്കും ഉടനെ ദീപ്സ് യു നോ വാട്ട് ഐ ഹാവ് ഗോൺ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ്. ഐ ഹാവ് ഏൺഡ് എ ബ്രദർ ഇൻ ലൈഫ്. ഞാനിപ്പം സിനിമ എടുത്താലും പുള്ളിക്കാരനായിരുന്നു ട്വീറ്റ് ചെയ്തത്, ഐ എം സോ പ്രൗഡ് ടു സീ മൈ ദിസ് തിങ് എന്നൊക്കെ. എന്നെ ഒരു ജീവന്റെ ജീവന. എനിക്ക് ഇതുപോലത്തെ ഒരു ഐ കാണ്ട് ഈവൻ ഡ്രീം ഓഫ് ഹാവിങ് എ ഗുഡ് ബ്രദർ ലൈക്ക് ദിസ് യു നോ. എന്ത് സക്സസ്ഫുൾ കിട്ടിയാലും ഗ്രാമി കിട്ടിയപ്പോഴത്തേക്ക് അദ്ദേഹം വിളിക്കും. ആ ഒരു ജോയസ് മൂമെന്റിൽ എന്നെ ഒന്ന് ഇത്രയും വലിയ മനുഷ്യൻ, ഇത്രയും ആൾക്കാർ ചുറ്റിപ്പറ്റിയിരിക്കുന്ന, പക്ഷെ എന്നെ ഓർക്കുന്നെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഐ ഹാവ് ക്രിയേറ്റഡ്. അത് തന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു ഏർണിംഗ് മോർ ദാൻ ദി അവാർഡ് ഇഫ് ഐ മസ്റ്റ് സേ. അപ്പോൾ അച്ചപ്പാസ് ആൽബം ചെയ്യുന്നത് ആദ്യത്തെ ഫീച്ചർ ഫിലിം ആയിട്ടാണ്. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രമേയം, ടൈം ട്രാവൽ പോലുള്ള ഒരു പ്രമേയം എടുത്തിട്ട് സിനിമ ചെയ്യാനുള്ള കാരണം? എന്റെ വീട്ടില് 3 ആൺപിള്ളേരാ. എല്ലാരും പറയുന്ന ഈ സംഗീത്, സന്തോഷ്, സഞ്ജീവ് എന്ന് പറയുന്ന മാതിരി എന്റെ വീട്ടിലും ശ്രേയസ്, സിദ്ധാൻഷ്, ശ്രുതിക്, ഈ 3 ആൺപിള്ളേർ. ആക്ച്വലി ഇൻ മൈ ഐസ് മൈ ഹസ്ബൻഡ് ഇസ് ദ പെർഫെക്റ്റ് മാൻ. അല്ലെ, ഒരു ഭാര്യക്ക് അറിയാവുന്ന പോലെ ഭർത്താവിന് വേറെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എനിക്കറിയാവുന്ന ഈ മനുഷ്യൻ ഈസ് റിയലി പെർഫെക്റ്റ് ഹസ്ബൻഡ്, പെർഫെക്റ്റ് അച്ഛൻ, പെർഫെക്റ്റ് സൺ ഇൻ ലോ, പെർഫെക്റ്റ് സൺ, പെർഫെക്റ്റ് ബ്രദർ. എല്ലാ വിധത്തിൽ ഒരു റിലേഷൻഷിപ്പിലും അദ്ദേഹത്തിന് ഒരു കുറ്റം പറയാനില്ല. പിന്നെയും കുറ്റം എനിക്ക് എന്നെ തന്നെ പറയാനുണ്ട്. ഞാൻ പറയാം എന്റെ പോലത്തെ ഒരു ആളിനെ കിട്ടാതിരിക്കുക അതേ ഉള്ളു. അപ്പൊ ഈ പിള്ളേർ എന്തെങ്കിലും കുനിഷ്ട് കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു, ഒരു 10% നിങ്ങൾക്ക് അച്ഛൻ്റെ ഗുണങ്ങളുണ്ടായി, നീ എവിടെ എത്തിയെന്നെ, നീ എന്താവെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയും. അതിൻ്റെ ഞാൻ എപ്പോഴും പറയും, ഹാവ് യു സീൻ അച്ഛൻ്റെ ഇങ്ങനെ ചെയ്യുന്നത്, ഹാവ് യു സീൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ തർക്കുത്തരം പറയുന്നത്. അതെ, ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരൊക്കെ തിരിച്ച് തർക്കുത്തരം പറയാ, ചോദിക്കുക അല്ലേ. നമ്മളൊക്കെ അച്ഛനമ്മേൻ്റെ അടുത്തൊക്കെ തിരിച്ച് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റൂല. പിന്നെ ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അച്ഛൻ ആദ്യം ചാടുന്ന് പറഞ്ഞാൽ ചാടി കഴിഞ്ഞിട്ട് എന്തിനാ അച്ഛൻ ചാടാന്ന് പറഞ്ഞേ നമ്മൾ ചോദിക്കുള്ളൂ. ഇപ്പൊ ചാടുന്ന മുമ്പ് എന്തിനാ ചാടണ്ടേ, അല്ല പറഞ്ഞാലേ ചാടുള്ളൂ എന്ന് പറയാം. അപ്പൊ നമ്മളൊക്കെ അത് കേട്ട് ശീലിച്ചില്ലല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പറയുന്നു.
ഈ പിള്ളേരുടെ അടുത്തൊക്കെ അച്ഛൻ്റെ മാതിരി ആവണോ, അച്ഛൻ്റെ മാതിരി. അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അച്ഛൻ എന്താ, ഞാൻ പറഞ്ഞു നീ തന്നെ ആലോചിച്ച് നോക്കുന്ന നിന്റെ അച്ഛൻ എന്ത് ഇതാണ്, ജസ്റ്റ് ഗോ ബാക്ക് ടു യുവർ ഫാദേഴ്സ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയാം. ഇതൊക്കെ തമാശക്ക് പറഞ്ഞെങ്കിലും ഒരു റൈറ്റർ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ വന്ന് താമസിച്ച. ഒരു ദിവസം ഡൈനിങ് ടേബിളിൽ ഒരു അടി നടക്കാം. ഞാൻ പറഞ്ഞു എബി യു ഷുഡ് റൈറ്റ് എ സ്റ്റോറി അബൌട്ട് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. എബി ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു സ്റ്റോറി എഴുതിക്കൊണ്ട് വന്ന് അത് വെച്ചിട്ട് നോക്കിയപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. എബി പക്ഷെ ആ ഒരു ഷോർട്ട് സ്റ്റോറി പോലെ, സഞ്ജീവ് ഏട്ടൻ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു റിയൽ ഒരു ഫീച്ചർ ഫിലിം പോലെ അതൊക്കെ എഴുതി. അതിൽ എഴുതിയപ്പോൾ ഞാൻ ബാക്കി എൻ്റെ വീട്ടിലത്തെ മസാലയും കൂടെ ആഡ് ചെയ്തു, സിനിമയായി. നമുക്ക് അടുത്ത ഒരു പാട്ടും കൂടെ കേട്ടാലോ? അത് സഞ്ജീവേട്ടൻ എന്നെ ലൈൻ അടിച്ചോണ്ടിരുന്ന സമയത്ത്, സഞ്ജീവേട്ടൻ US-ലായിരുന്നു. സഞ്ജീവേട്ടൻ എന്നെ ഓർക്കുമ്പോഴത്തേക്ക് ലൂപ്പിട്ട് കേട്ട പാട്ടാണ് അഞ്ജലി. ഇപ്പൊ സഞ്ജീവേട്ടൻ ലൂപ്പിടാൻ പറഞ്ഞാൽ ചിലപ്പോൾ അടിച്ചോണ്ടിരിക്കും. പക്ഷെ ആ പാട്ട് ഈസ് ഓൾവേസ് ബീൻ മൈ ഫേവറേറ്റ് സോങ്. അങ്ങനെയാണ് അഞ്ജലി സിനിമയിലെ അഞ്ജലി. വൈരമുത്തുവിന്റെ വരികൾക്ക് AR റഹ്മാൻ സംഗീതം നൽകിയത്, SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. കേൾക്കാം. മാഡം പറഞ്ഞതുപോലെ ശിവൻ കുടുംബത്തിലെ സംവിധായകരുടെ ഇടയിലാണ് മാഡം പോയി കല്യാണത്തിന് ശേഷം ചെന്ന് എത്തിപ്പെട്ടത്. ഭർത്താവ് സഞ്ജീവ് ശിവൻ, സഹോദരങ്ങളായ സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ എല്ലാവരും പ്രശസ്ത സംവിധായകരാണ്. വീട്ടിലെ ചർച്ചകൾ മിക്കവാറും സിനിമയെ ചുറ്റിപ്പറ്റിയൊക്കെ തന്നെ ആയിരിക്കണം. ഇല്ല അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അവിടെ മുഴുവൻ ആര് ചീട്ടില് ആരിനെ തോപ്പിക്കണം, ഇന്ന് എന്ത് കളി കളിക്കണം, ഇന്ന് ഭക്ഷണത്തിന് എന്താ, ഇന്ന് മധുരമൊന്നും ഇല്ലേ, ഇത് ഫുൾ ഫുഡ് വിശേഷം. അതും പിന്നെ അവിടെ പോയി ഇവിടെ പോയി ഇത് ചെയ്തു അത് ചെയ്തു. പിന്നെ ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് എന്ത് നടന്നു അത്. പിന്നെ ബേസിക്കലി ആ ടൈം ബോണ്ടിങ് ടൈമാണ്, കാണുമ്പോ ഒക്കെ ബോണ്ടിങ് ടൈം. അപ്പൊ ആ സമയത്ത് നമ്മള് കുറെ മാസങ്ങൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. അപ്പം എവിടുന്ന് നമ്മൾ പിരിഞ്ഞു അപ്പൊ തൊട്ടുള്ള കഥകളൊക്കെ ആയിരിക്കും നമ്മൾ ഫാമിലി വിശേഷം, അത് അപ്പച്ചി എല്ലാം കഥകളൊക്കെയാണ്. സിനിമേന്റെ വളരെ ചുരുക്കം. അടുത്ത പ്രോജക്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഞാൻ സ്ക്രിപ്റ്റ് തരാം വായിക്ക് എന്ന് പറയും സഞ്ജീവ് ഏട്ടൻ. അല്ലെങ്കിൽ മോനെ എന്നല്ലാണ്ട് സംഗീത് ചേട്ടനും സന്തോഷനും സഞ്ജീവ് ഏട്ടനും വിളിച്ചിട്ടില്ല. എന്റെ മോളെ എന്നാണ് എന്നെയും വിളിക്കുന്നത്. എന്റെ സിസ്റ്ററിനുണ്ട് സരിത ചേച്ചി, ഹൂസ് മാരിഡ് ടു ഉദയഭാനു അങ്കിളുടെ മോനെ, രാജീവ് ഉദയഭാനു. സരിത ചേച്ചി വരെ മോളെ എന്നാണ് വിളിക്കുന്നത്, എന്ത് മോളെ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ആ വീട്ടിൽ അങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അവര് തന്നെ എന്തെങ്കിലും കാണണമെങ്കിൽ പോലും ചോദിക്കും ഞാൻ ഇത് ചെയ്തു നീ ഒന്ന് നോക്കിയിട്ട് പറ, അങ്ങനെയൊക്കെ പറയുള്ളൂ. അല്ലാണ്ട് വലിയ ഡിസ്കഷൻ ഒന്നുമില്ല. വലിയ ഡിസ്കഷൻ മുഴുവൻ കളിയും ചിരിയും ആഹാരത്തിലാണ്. അതുകൊണ്ടാണ് കുട്ടികളി മാറാത്തത് എന്നാണ് മമ്മൂട്ടിയോട് പറയണം. അതെന്താണോ എന്തോ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീട്ടിലത്തെ ക്വീൻ ബി ആണ്. 4 ആമ്പിള്ളേരുടെ ഇടയ്ക്ക് ഇപ്പോഴും ഞാൻ ആ ടോംബോയ് ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ. സന്തോഷ് ശിവൻ ഇന്ത്യ കണ്ട മികച്ച ഛായാഗ്രാഹകരിൽ ഒരാളാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ വർക്കുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? അദ്ദേഹത്തിന്റെ വർക്ക് മാത്രമായിട്ടല്ല, പൊതുവേ ഐ എം എ ലവർ ഓഫ് ഫിലിംസ്. അപ്പൊ എനിത്തിങ് നല്ലതാണെങ്കിൽ നല്ലതാ, ചീത്തയാണെങ്കിൽ ചീത്ത. ഇപ്പൊ സന്തോഷം ചെയ്ത പടങ്ങൾ ചീത്തതും ഉണ്ട്. അപ്പൊ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. 3-4 മാസം എൻ്റെ അടുത്ത് സംസാരിക്കാണ്ട് വരുന്നിട്ടുണ്ട് മോൻ വെറുപ്പിച്ചിട്ട്. പക്ഷേ ഹീസ് ഗുഡ് ഇൻ സിനിമോട്ടോഗ്രാഫി ഡെഫിനറ്റ്ലി. പക്ഷെ ഞാൻ ഓവറോൾ കോണ്ടന്റ് ഓഫ് എ ഫിലിം ആണ് നോക്കണേ. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹിസ് വർക്ക്. ഞാൻ വേറെ കുറേ ഫിലിം മേക്കേഴ്സിന്റെ വർക്ക് ഞാൻ റിലീസ് ചെയ്യും. അതിൽ പ്രസന്റേഷൻ സ്റ്റൈലിനെ കാട്ടും ഐ ബിലീവ് ഇൻ ദ കോണ്ടന്റ്, ദ സബ്സ്റ്റൻസ്. സോ ഞാൻ വിശ്വസിക്കുന്ന എല്ലാം കൂടി മെർജ് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു ബ്യൂട്ടിഫുൾ ഫെന്റാസ്റ്റിക് സിനിമ. ഞാൻ ഭയങ്കര ഇമോഷൻസിലൊക്കെ ലവ് ആങ്കർ ഇമോഷൻസിൽ പോകുന്ന മാച്ചാ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒക്കെ സാധനം ഉണ്ടെങ്കിലേ എനിക്ക് ആ പടം വികാര ജീവിയാണ്. മലയാള സിനിമയിൽ ഇപ്പോൾ കൂടുതലായിട്ടും വനിതാ സംവിധായകരൊക്കെ കടന്നു വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സെറ്റിൽ ഇപ്പോൾ 100-ലധികം ആൾക്കാരെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ഒരു മെയിലിനെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ട് ചിലപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ അനുസരിക്കും. സ്ത്രീ ആയതുകൊണ്ട് മാത്രം അത് വലിയ വില കിട്ടാതെ വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. അപ്പം മാഡത്തിന്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ്? സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ സ്ത്രീ ആണെന്നൊരു ഒരേ ഒരു റീസൺ കാരണം മാത്രം ഞാൻ ഇത്രയും വലിയ ബാക്ക്ഗ്രൗണ്ടിന് വരുന്നു. എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ ബാക്കിംഗ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ആ സമയത്ത് ഹി വാസ് ഹാൻഡ്ലിങ് ദ പ്രൊഡക്ഷൻ. പക്ഷേ ഒരു ലേഡി ആയിരുന്നു എന്നൊരു റീസൺ കാരണം മാത്രം എനിക്ക് അതിൻ്റെതായ രീതിയിൽ ഐ വാസ് നോട്ട് ഗെറ്റിംഗ് ദ സപ്പോർട്ട്. സത്യം പറയാലോ, എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ കേൾക്കത്തില്ല, അനുസരിക്കത്തില്ല, കേൾക്കാത്ത മാതിരി ഇരിക്കുക. ഞാനത് അങ്ങനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യമില്ല, ഓവർ റൂൾ ചെയ്യും.
സഞ്ജീവേട്ടൻ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ലൊക്കേഷനിൽ എവിടെയും കാണൂല, ബിക്കോസ് നീ തന്നെ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കണം, ദാറ്റ് ഇറ്റ് ഈസ് യുവർ ബ്രെയിൻ, യുവർ ഐഡിയ, യുവർ തിങ്. ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നാളെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പറയും അത് അങ്ങേര് കൈവച്ചിട്ട് അങ്ങേര് ചെയ്തതാണെന്ന്. അറ്റ്ലീസ്റ്റ് ലൊക്കേഷനിലുള്ള എല്ലായിടത്തും ചോദിച്ചാൽ അറിയല്ലോ ഞാൻ ആ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഞ്ജീവേട്ടൻ വരൂലായിരുന്നു. പക്ഷേ സഞ്ജീവേട്ടൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ സഞ്ജീവേട്ടന് മെസ്സേജ് അയക്കും, ഞാൻ പറയുന്ന സാധനം ഇന്ന് എനിക്ക് തരുന്നില്ല മെസ്സേജ്, എനിക്ക് ദേഷ്യം വരുന്ന ഇതാ, എനിക്ക് കലിപ്പ് തീരുന്നില്ലേ, ഞാൻ ഇവിടെ മിക്കവാറും ഇവിടെ വളം വെക്കുന്നു. അപ്പച്ചേക്ക് ചേട്ടൻ വരും. അപ്പം ഞാൻ ചിലപ്പോൾ പറയായിരിക്കും എനിക്ക് ഇത് ഇങ്ങനെ വേണം അങ്ങനെ വേണം, അതിന്റെ ആവശ്യമില്ല ചേച്ചി, അതൊക്കെ വേണ്ട, ഇത് ബോർ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് സഞ്ജീവേട്ടൻ്റെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സഞ്ജീവേട്ടൻ്റെ ഒരു എൻട്രി ഉണ്ട് നമ്മൾ സിനിമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഞ്ജീവേട്ടൻ എൻട്രി വന്ന് നേരെ വന്ന് മോണിറ്ററിന് മുമ്പിൽ എന്താ ഷൂട്ട് ചെയ്ത മോനെ ഒന്ന് കാണിച്ചിത്താ എന്നൊക്കെ എഡിറ്ററുടെ അടുത്ത് പറയും. അപ്പോഴത്തേക്ക് സഞ്ജീവേട്ടൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും പെട്ടെന്ന് ചുറ്റിവെറ്റ് നിൽക്കും, നമ്മളെ വരെ ഇല്ലല്ലോ. അന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സഞ്ജീവേട്ടൻ ഉടനെ പറയാം, ഇത് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഷോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും, ഇത് ഈ സീനല്ലേ, അത് ബ്യൂട്ടിഫുൾ ഐഡിയ. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ ഇതല്ലേ ഞാനും പറഞ്ഞത്, ഇതെന്താ ഞാൻ പറഞ്ഞ കേൾക്കൂല. എൻ്റെ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു ഉമേഷ് എന്ന് പറഞ്ഞു, ചേച്ചി വിട്ടേക്ക്, ചേച്ചിക്ക് കാര്യം കിട്ടിയാൽ മതിയില്ലേ, നമുക്ക് കാര്യം നടന്നാൽ മതിയില്ലേ, ഇനി വിട്ടേക്ക്. എന്നാലും ഉമേഷ് ഞാൻ പറഞ്ഞ സാധനം ഏറ്റില്ല. സഞ്ജീവേട്ടൻ പറയുമ്പോഴത്തേക്ക് ഓ എന്തൊരു ബ്യൂട്ടിഫുൾ ഐഡിയ, ഇതെന്തോന്ന്. പല തവണ ഞാൻ ഈ ഇഷ്യൂ ഫേസ് ചെയ്തു ഷൂട്ടിങ്ങിന്റെ സമയത്ത്. പിന്നെ ഉമേഷിന്റെ വക ഒരു പുതിയൊരു സ്ലോഗന്, ബുദ്ധം ശരണം ഗച്ഛാമി. ഞാനൊക്കെ ചിലപ്പോ മൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ എറിയാൻ പോകുമ്പോ ബുദ്ധം ശരണം ഗച്ഛാമി എന്നായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടി കോൾ ഓഫ് ദ ബ്ലൂ വാട്ടേഴ്സ് സംവിധാനം ചെയ്ത അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അതായത് ഒരു വലിയ ഉത്തരവാദിത്തമായിരിക്കുമല്ലോ, വളരെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ യുദ്ധമുഖത്തെ കാര്യങ്ങളാണല്ലോ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അതെങ്ങനെയാണ് ആ പ്രൊജക്റ്റിലോട്ട് എത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് വന്നത്? എനിക്ക് ആസ് എ ആർമി ഓഫീസേഴ്സ് ഡോട്ടർ പേട്രിയോട്ടിസം ഇസ് ഇൻ മൈ ബ്ലഡ്. എന്തെങ്കിലും എൻ്റെ നേഷൻ്റെ പറ്റിയിട്ടോ എന്തെങ്കിലും അഗേൻസ്റ്റ് മൈ ഫ്ലാഗ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് രക്തം തിളയ്ക്കും, ഞാൻ ഭയങ്കര വയലൻ്റ് ഒക്കെ. അപ്പം ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് എനിക്ക് ഈ പടം ചെയ്യാനുള്ള അവസരം കിട്ടിയത് നമ്മളെ തന്നെ സോയിൽഡ് നേവി ചീഫ് ഉണ്ടായിരുന്നു, ഹരികുമാർ സർ, അഡ്മിറൽ ഹരികുമാർ. ഹി വാസ് റിയലി റീവാമ്പിംഗ് ദ എൻറ്റയർ നേവി, അതിൻ്റെ സ്ലോഗൻ, യൂണിഫോം. He's actually the brainwave behind the modern mechanization of Indian Navy and things like that. അപ്പം അദ്ദേഹം ഈ എല്ലാ ചേഞ്ചസ് നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ ഒരു ആന്തം ഉണ്ടായിരുന്നു, വിച്ച് വാസ് ഫ്രം ഇൻഡിപെൻഡൻസിൽ കിട്ടിയ സാധനം, 1947 ഉണ്ടായിരുന്ന സാധനം. അപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ സഞ്ജയ് വി വോണ്ട് ടു ഡു സംതിങ് ലൈക്ക് ദിസ്, ഡു യു ഹാവ് എനി ഐഡിയ, ഡു യു ഹാവ് എനി വിഷൻ എന്നോ. അങ്ങനെ സഞ്ജീവേട്ടൻ ഒരു ഐഡിയ കൊടുത്തതാണ്, വൈ ഡോണ്ട് വി ഹാവ് എ ന്യൂ ആന്തം, ബിക്കോസ് ഇവർക്ക് റിക്രൂട്ട്മെന്റ് ഡ്രൈവ്സ് ഉണ്ട്, ഇവരുടെ എക്സിബിഷൻസ് ഉണ്ട്. ഇന്ത്യൻ നേവി കുറേ ഈ ഫോറിൻ ടൂർസ് എല്ലായിടത്തും പോകുമ്പോഴത്തേക്ക് പഴയ പാട്ട് പ്ലേ ചെയ്യുന്നതിൻ്റെ കാട്ടും നല്ല ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് പ്ലേ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമ്പോസ് ചെയ്തതെന്ന് ശങ്കർ എഹ്സാൻ ലോയും. ഇറ്റ് ഈസ് മോർ ലൈക്ക് ആ സമയത്ത് ടോപ്പ് ഗൺ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ആ ടോപ്പ് ഗണ്ണിൻ്റെ ആ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ആ ഫ്ലൈറ്റ് പോകുന്നത്. ആ വിഷ്വൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വിഷ്വൽസ് യു ക്യാൻ എവർ ഇമാജിൻ. പിന്നെ വി ഹാഡ് ലോട്ട് ഓഫ് സെക്യൂരിറ്റി ക്ലിയറൻസ് വേണമായിരുന്നു. അതുകൊണ്ട് ഒരു വർഷം എടുത്തു നമുക്കത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാം. അതിൽ തന്നെ ഇന്ത്യൻ നേവിയുടെ പക്കലുള്ള വമ്പൻ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, പോർ വിമാനങ്ങൾ, അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യമാണ്. അത് കാണുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ രോമാഞ്ചമൊക്കെ വരും. അതെ, നമ്മൾ പിന്നെ കുറേ പോർട്സിന്റെ റെക്കി ചെയ്യേണ്ടി വന്നു. ബിക്കോസ് നമുക്ക് സെക്യൂരിറ്റി, നമ്മളിപ്പോൾ ക്യാമറയും ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റേ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, അതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന്. ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് അവരുടെ ഇൻസ്റ്റലേഷൻസ്. അപ്പം അങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു. പിന്നെ അതേമാതിരി ഷിപ്സ് കിട്ടണമായിരുന്നു. ഇറ്റ് ടുക്ക് us 1 year ടു ഷൂട്ട്. അത് അതിലൊക്കെ പോകാൻ പറ്റിയോ? എല്ലാത്തിലും ഷിപ്പ് ടു ഷിപ്പ് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. അത് ഒരു 250 കിലോമീറ്റർ സ്പീഡിലാണ് 2 ഷിപ്പ് ഇങ്ങനെ സൈമിൾട്ടേനിയസ്ലി പോകുമ്പോൾ ഒരു ഷിപ്പിൽ നിന്ന് മറ്റേ ഷിപ്പിലോട്ട് വരുന്ന ഒരു ഐ ഫോർഗോട്ട് ദ വേർഡ് ഫോർ ഇറ്റ്. അത് വെറും ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞു, സഞ്ജുവേട്ട ഇങ്ങനത്തെ ഒരു അവസരം ജന്മത്തിൽ കിട്ടൂല. സഞ്ജുവേട്ട എനിക്ക് 3 മക്കളായിരുന്നു, നീ വല്ലതും വെള്ളത്തിലത്ത് പോയാൽ പിന്നെ ഞാൻ ഇത് ആരുടെ നോക്ക്. ഞാൻ പോയാലും മേളിൽ ഹെലികോപ്റ്റർ ഉണ്ട്, അവരുടെ പ്രിക്കോഷൻസ് ഉണ്ട്. 250 കിലോമീറ്റർ സ്പീഡിലാണ് നീ പോണേ, നിന്റെ പൊടി പോലും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ പ്ലീസ് തടസ്സം പറയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യമൊക്കെ കിട്ടി. അതിൻ്റെ
ഷൂട്ടിങ്ങിന്റെ ഒരു പ്ലസ് പോയിന്റ്സും ഉണ്ട്. യു എൻജോയ് ദ ഷൂട്ടിംഗ്. ദർ ഇസ് എല്ലാ പ്രൊഫഷനിലും ഉണ്ട് പ്ലസ് പോയിന്റ്സും ഉണ്ട്, മൈനസ് പോയിന്റ്സും ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഹൗ ടു ടാക്കിൾ ഇറ്റ്, ഹൗ ടു ബി ഡിസ്കണക്റ്റഡ് വിത്ത് ദാറ്റ്, ഹൗ ടു എൻജോയ് യുവർ എവറി എക്സ്പീരിയൻസ്, അതിലാണ് നീ സന്തോഷം കണ്ടെത്തണ്ടേ എന്നാണ് പറയാം. അടുത്ത പാട്ടിലേക്ക് പോയാലോ? എൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഫിലിം അച്ചപ്പാസ് ആൽബം NFDCക്ക് വേണ്ടി ചെയ്തത്. അതിൽ എനിക്ക് 2 പാട്ട് എൻ്റെ ഫേവറേറ്റാ. ഒന്ന് വന്ന് ഓണം, ബിക്കോസ് നമ്മളുടെ കൾച്ചർ, നമ്മളുടെ സംസ്കാരം. അതിൽ ആ പടത്തിൽ ഇഫ് യു നോട്ടീസ് ആ പാട്ടിൽ ഞാൻ 2 വേരിയേഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പത്തെ ഓണം, ആണുങ്ങൾ തിരുവാതിര കളിക്കുന്നു, നമ്മൾ കോളനിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, പ്ലാസ്റ്റിക് ഇലയിൽ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ സെൽഫി എടുക്കുന്നു, അത്തപ്പൂ ഒരു പേരിനിടുന്നു, അങ്ങനെയൊക്കെ. നമ്മൾ അതിന്റെ കോൺട്രാസ്റ്റ് നമ്മളെ 85 ഓണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടുകുടുംബമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ തിരുവാതിര കളി കളിക്കുന്നു, നമ്മൾ അത്തപ്പൂ ഇടുന്നു. ഓണം എന്ന് പറഞ്ഞാൽ ഫാമിലി റിയൂണിയൻ ആയിരുന്നു. പക്ഷെ ഇപ്പം ഇറ്റ് ഇസ് ന്യൂക്ലിയർ ഫാമിലി. അപ്പൊ ആ കോൺട്രാസ്റ്റ് ഞാൻ കാണിച്ചു. പക്ഷെ എൻ്റെ ബ്യൂട്ടിഫുള്ളി കമ്പോസ് സോങ് ആണ്, ഗുൽരാജ് സിംഗ് ആണ്. ഗുൽരാജ് സിംഗിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓണം അറിഞ്ഞൂടാ, കേരള എന്താന്ന് പറഞ്ഞൂടാ, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം പറഞ്ഞു, ഐ എം ദെയർ, നോ, ഐ വിൽ ടെൽ യു വാട്ട് ഐ നീഡ് ഫ്രം ഓണം. ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓണം. അത് ആ പാട്ടിന്റെ ലിറിക്സിൽ വേണം. അതുകൂടാതെ അതിന്റെ മ്യൂസിക്കിൽ ഐ വോണ്ട് ദീസ് ഡ്രംസ്, ഐ വോണ്ട് ദീസ് തിങ്സ്. പുള്ളിക്കാരൻ ഇന്നേ വരെ കേരളത്തിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരനെ കൊണ്ട് ഞാൻ ആ ഓണം സോങ് കമ്പോസ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ് ഐ ലവ്. അത് പടം കണ്ടിട്ട് ഇറങ്ങിയ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട്, എൻ്റെ മോൻ പാടിയ ഒരു പാട്ട്. അത് ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോൾ തന്നെ 1 million വ്യൂസ് ആയി. നമുക്ക് ഈ പാട്ട് കേൾക്കാം, തിത്തിത്താരോ. യെസ്. രചന നിർവഹിച്ചിരിക്കുന്നത് BK ഹരിനാരായണൻ, പാടിയിരിക്കുന്നത് ഹരിചരണും അപർണ രാജീവും ചേർന്ന്. അറ്റ് പ്രസന്റ് എന്തൊക്കെയാണ് മാഡം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സ്? ഇപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യണു, പിന്നെ സഞ്ജീവേട്ടൻ പടം ഡയറക്റ്റ് ചെയ്യണു. അപ്പം നമ്മൾ റോൾ റിവേഴ്സൽസ് ആണ്. ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ സഞ്ജീവേട്ടൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യും, സഞ്ജീവേട്ടൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചും ഡയറക്റ്റ് ചെയ്യാറുണ്ട് പ്രോജക്ട്സ് എന്നാൽ. അങ്ങനെയാണ് കോൾ ഓഫ് ദ ബ്ലൂ വാട്ടേഴ്സ്, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയിട്ടൊരു ഗോഡ്സ് കിങ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തു. നമ്മൾ രണ്ടുപേരും തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. അങ്ങനെ ഒരുമിച്ച് നമ്മൾ കുറെ പടങ്ങൾ ഡയറക്റ്റും ചെയ്യാറുണ്ട്, പ്രൊഡക്ഷനും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ അടുത്ത ചെയ്യാൻ പോണത് ഒരു കൊറിയൻ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കമേഴ്ഷ്യൽ ഫീച്ചർ ഫിലിമാണ്. സഞ്ജീവേട്ടൻ കുറെ നാൾക്ക് അപരിചിതന് ശേഷം ഇപ്പോഴാണ് ഒരു നല്ലൊരു ഹൊറർ കോമഡി ആയിട്ട് വരാൻ പോണു. അതിന്റെ പ്രൊഡക്ഷൻ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു. അല്ലാണ്ട് ഞാനൊരു ഹിന്ദിയിൽ ഒരു പടം ചെയ്യുന്നു. പക്ഷെ അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല ആരെ വെച്ചിട്ടാണ്, പക്ഷെ ഒരു വലിയ ആളെ വെച്ചിട്ടാണ് അത് ഡയറക്റ്റ് ചെയ്യാൻ പോണു. അത് ആക്ച്വലി ഇറ്റ്സ് എ tribute to my parents, my uncle and all who was in the army. It's a defense story. ബേസിക്കലി എനിക്ക് വലിയ ഈ ആഗ്രഹമൊന്നുമില്ല, ഞാൻ വലിയ ഡയറക്ടർ ആവണം, അതൊക്കെ സഞ്ജീവേട്ടൻ പുഷ് ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്ന. ഐ വുഡ് ഓൺലി പ്രിഫർ ടു സീ സഞ്ജീവേട്ടൻ ആസ് എ ഡയറക്ടർ. പക്ഷേ സഞ്ജീവേട്ടൻ ആണെങ്കിൽ എന്നെ പുഷ് ചെയ്യും, യു ഡു ദിസ്, യു ഡു ദിസ്. എന്റെ ഒരു ആഗ്രഹം ഓൺലി 2 ഫിലിംസ് ആണ്. ഒന്ന് റൊമാൻറ്റിക് സിനിമ, ഞാൻ ഭയങ്കര ഹാർഡ് റൊമാൻറ്റിക് വുമൺ ആണ്. എന്റെ മോൻ എപ്പോഴും പറയും, അമ്മ റൊമാൻസ് വിചാരിക്കുന്ന മാതിരി ചെയ്യാൻ പറ്റും, അമ്മ എന്നെ വെച്ചിട്ട് ഒരു റൊമാൻറ്റിക് സിനിമയൊക്കെ എടുക്കുന്ന പറയാൻ. ആ മോനെ വെച്ചിട്ട് ഒരു റൊമാൻറ്റിക് സിനിമ എടുക്കണം. രണ്ടാമത്തെ ആസ് എ ട്രിബ്യൂട്ട് ടു മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ. എനിക്കൊരു ആർമി, ഒരു ഡിഫൻസിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. അത് ഹിന്ദിയിലേ ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് ആ മാഗ്നിറ്റ്യൂഡിൽ ചെയ്യണമെങ്കിൽ, ആ ബഡ്ജറ്റിൽ ചെയ്യണമെങ്കിൽ അത് ഹിന്ദിയിലേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഓൾമോസ്റ്റ് ഡൺ, ഡിസൈഡഡ് ആൻഡ് ദിസ്. അത് രണ്ടുമാണ് എൻ്റെ മെയിൻ ലൈഫ്. ബാക്കി എല്ലാ സഞ്ജീവേട്ടൻ്റെ ഫിലിംസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നേ ആഗ്രഹമുള്ളൂ. അപ്പോൾ മാഡം ഈ പലവിധ റോളുകളിൽ ഇപ്പോൾ ഒരുപാട് നാളായല്ലോ, ഇപ്പോൾ പല മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും മാക്സിമം സന്തോഷം, അല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ സന്തോഷവതിയായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് വിചാരിക്കുന്നത്? ആക്ച്വലി എനിക്ക് ഏത് വർക്കിലാണ് ഇൻവോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് വിച്ച് ഇസ് ക്രിയേറ്റീവ്, ഐ ലവ് ഇറ്റ്. ഭയങ്കര ഇഷ്ടമാണ് അത്. ഈവൻ എക്സിക്യൂഷൻ, ഇപ്പൊ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ തന്നെ സഞ്ജീവേട്ടൻ പറയും സ്റ്റോറി കേൾക്കാനിരിക്കെ. എൻ്റെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ലേ, ഇതാ ഈ സീനിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു കോൺട്രിബ്യൂഷൻ വെൻ യു ആർ ഡൂയിങ് ഇറ്റ്, അതിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എനിക്ക് എക്സിക്യൂഷനിലും ഹാപ്പിനെസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് വെൻ നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് ചുമ്മാ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരുമിച്ചൊന്ന് ഇരുന്നാൽ മാത്രം മതി. ആ ഒരു മൂമെന്റ്, നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മക്കൾക്ക് TV കാണാനായിരിക്കും. ഞാൻ ഇല്ല ഇവിടെ ഇരിക്കും 3 മക്കളും
ഫുൾ ടൈം കൂടെ ആ സമയത്ത് ആ ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു മൂമെന്റ് ഓഫ് ഹാപ്പിനെസ് ഇസ് മൈ അൾട്ടിമേറ്റ് തിങ്. ഒരു കുട്ടി അടുത്തില്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ട്. എൻ്റെ മൂത്ത മോൻ ഇപ്പം എഞ്ചിനീയറിംഗ് ചെയ്യുക ബാംഗ്ലൂരിൽ. അപ്പം അടുത്തില്ല, ഒരു നല്ലൊരു ഒക്കേഷനിൽ ഇല്ലെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, ഒരു എംപ്റ്റിനെസ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സാധന. ബേസിക്കലി ഐ എം മോർ ഓഫ് എ ഫാമിലി പേഴ്സൺ. ഐ ലൈക്ക് പീപ്പിൾ അറൌണ്ട് മീ. ഐ ലവ് ഡൂയിങ് ക്രിയേറ്റിംഗ് തിങ്സ്. ദാറ്റ് ഈസ് മൈ ബേസിക് ഹാപ്പിനെസ്. അത് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലാണ് ഹാപ്പിനെസ്. ഇപ്പോൾ ഈ മേഖലകളിലല്ലാതെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള നിലയ്ക്ക് എന്തായാലും പാട്ട് പാടാനൊരു താല്പര്യം കാണുമല്ലോ. ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമോ? ഞാൻ സ്കൂളിലും കോളേജിലും എപ്പോഴും ഒരു പാട്ട് പാടിയിട്ട് ഫസ്റ്റ് മേടിച്ചതാ. ഇപ്പം പാടിയിട്ട് വർഷങ്ങളായി. जाने मन तेरे दो नयन चोरी चोरी लेके गए देखो मेरा मन जाने मन तेरे दो नयन चोरी चोरी लेके गए देखो मेरा मन जाने मन छोड़ दे दिलों की दूरी ऐसी क्या है मजबूरी दिल से मिलने दे. हाँ अभी तो हुई यारी अभी से ये बेकरारी दिल तो जरा ढलने दे. छोड़ दे दिलों की दूरी ऐसी क्या है मजबूरी दिल से मिलने दे. ബാക്കി മറന്നുപോയി. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. നന്നായിട്ട് പാടി ഒരു ഹിന്ദി പാട്ടായാലോ? യെസ്. പഹലാ നശാ പഹലാ ഗുമാ നയാ പ്യാർ ഹൈ. ഉദിത് നാരായണും Yes. സാധന സർഗവും ചേർന്ന് പാടിയത്. ഒരു ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള വ്യക്തിബന്ധം എത്രത്തോളം സത്യസന്ധമായ ഒരു വർക്ക് പുറത്ത് കൊണ്ടുവരാൻ സഹായിക്കും? അല്ലെങ്കിൽ മാഡം നേരത്തെ പറഞ്ഞു നേവിയുടെ ആന്തം ചെയ്ത സമയത്ത് അച്ഛനൊരു ആർമി പേഴ്സൺ ആയതുകൊണ്ട് വളരെ പാട്രിയോട്ടിക് ആയതുകൊണ്ട് അത്രയും ഇൻവോൾവ്മെന്റ് നമുക്ക് ആ കാര്യത്തിലുണ്ട്. അപ്പോൾ മാഡം ചെയ്യുന്ന വർക്കിലെല്ലാം ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ മാഡത്തിന് അത്രത്തോളം ഇൻവോൾവ്മെന്റ് കാണിക്കാൻ പറ്റുന്നതാണോ? അല്ല, എനിക്കൊരു വ്യക്തിപരമായിട്ട് അത്തരം താല്പര്യങ്ങളില്ല എങ്കിലും അത്തരം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നാണോ? ഞാൻ എന്ത് വർക്കായാലും അതിൻ്റെ എങ്ങനെയാണ് ബെസ്റ്റായിട്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഡോക്യുമെൻ്ററി ഓർ മൂവീസ് ഓർ എനിത്തിങ്. ഞാൻ പറഞ്ഞില്ലേ പണ്ടേയുള്ള സാധനം എന്ത് കാര്യം. ഇപ്പം ഞാൻ ആഹാരം ഉണ്ടാക്കിയാൽ പോലും അത് ബെസ്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുമോ. പഠിക്കാൻ നേരത്ത് പോലും ഐ വോണ്ട് ടു ബി ക്ലാസ് ടോപ്പർ. എന്ത് കാര്യം ചെയ്താൽ സെക്കൻഡ് ടു നൺ. ബേസിക്കലി എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, വേണു അങ്കിൾ, മേജർ ജനറൽ സി വേണുഗോപാൽ. എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആ വിത്തിടുന്നത് അത് നമ്മളുടെ ഒരു ഇൻഗ്രെയിൻഡ് ക്വാളിറ്റി ആയിപ്പോകും. അതുകൊണ്ടാണ് ഞാനും എൻ്റെ മക്കളുടെ പുറത്ത് ആ ചെറുപ്പത്തിലേ ആ ഡ്രില്ലിങ് ആണ്. 5 മണിക്ക് എണീക്കുക, രാവിലെ വിളക്കത്തിക്കുക, കുളിക്കുക, അങ്ങനെയൊക്കെ. ചെറുപ്പത്തിൽ എൻ്റെ ഒരു അങ്കിൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ബി സെക്കൻഡ് ടു നൺ. ദാറ്റ് ഷുഡ് ബി യുവർ മോട്ടോ, സെക്കൻഡ് ടു നൺ. അപ്പം ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബി സെക്കൻഡ്, how do you be the first? You have to be the best. To be the best, what should you do? Nobody should be able to beat you in your job. ആ തരുന്ന ജോലി ബെസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ബേസിക് ക്വാളിറ്റി തന്നെ നമ്മൾ ഓൾവേസ് വി വിൽ ട്രൈ ടു ഫൈൻഡ് ദ മീൻസ്. എങ്ങനെയാണ് അത് വേറെ ആരും വിചാരിക്കാത്ത മാതിരി നമ്മൾ ആ ഒരു സാധനം, ആ ഒരു ട്രേറ്റ് എന്നിൽ സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ അച്ഛനും ഇന്ന് എൻ്റെ ഭർത്താവ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ദീപ്തിക്കൊരു കാര്യം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവള് 101% അത് ചെയ്തിട്ടേ വരുള്ളൂ. ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റായിട്ടേ ചെയ്യുള്ളൂ. അത് അവക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ജന്മത്തൊരു മനുഷ്യനും ചെയ്യാൻ പറ്റൂല. അത് അച്ഛൻ പണ്ട് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. എൻ്റെ റോൾ മോഡലായിരുന്നു അച്ഛൻ. എൻ്റെ അച്ഛൻ എൻ്റെ അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു. ഞാൻ ആ മാങ്ങേൻ്റെ പുറത്ത് തേങ്ങയാണെന്ന് പറഞ്ഞാൽ അത് അച്ഛൻ അത് തന്നെ അതേ ഇത് അച്ഛൻ പോയപ്പോഴത്തേക്ക് അത് താങ്ങാൻ പറ്റിയില്ല, അച്ഛൻ്റെ ആ ആബ്സെൻസ്. പക്ഷെ ഭഗവാൻ റീപ്ലേസ് ചെയ്ത സഞ്ജീവേട്ടന് ഇപ്പം മക്കൾ പറയുന്ന അച്ഛൻ്റെ അടുത്ത് വല്ലതും പറഞ്ഞ അച്ഛൻ അത് പറയും, അമ്മ പറയുന്നത് സോറി ഹോം മിനിസ്റ്റർ ഇസ് എവറിത്തിങ് എന്ന് പറയുന്ന മാതിരി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വാലിഡേഷൻ ഇപ്പം എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഇനി ഈ ലോകത്ത് ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല, എനിക്ക് വിഷമേ ഇല്ല. പക്ഷെ എൻ്റെ ഭർത്താവ് എന്നെ പറ്റിയിട്ട് എന്തെങ്കിലും എനിക്ക് എൻഡോഴ്സ്മെന്റ് തന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇംപ്രസ് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ മാരിഡ് ഫോർ 30 years. ഇപ്പോഴും എന്ത് പണി തന്നാലും പടം മാത്രമല്ല, അതിൽ എനിക്ക് പേഴ്സണൽ അറ്റാച്ച്മെന്റ് വേണമെന്നില്ല. പടമല്ല, ഡോക്യുമെന്ററി അല്ല, എനി ടാസ്ക്, ഈവൻ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, എന്ത് വീട്ടിലത്തെ ടാസ്ക്, പിള്ളേരെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കേണ്ട ടാസ്ക്, അതിൽ ഫുൾ മാർക്ക് മേടിച്ചുകൊണ്ട് വരുത്തണം എന്നുള്ളൊരു ആ ഒരു ഫോക്കസ്, ആ ഒരു ഡിറ്റർമിനേഷൻ, അത് ഒരു ബേസിക് ക്വാളിറ്റി ആയിപ്പോയി. ഇറ്റ് ഇസ് ബിക്കം പാർട്ട് ഓഫ് മീ, ബീങ് സെക്കൻഡ് ടു നൺ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അന്താരാഷ്ട്ര അവാർഡുകളും മറ്റുമൊക്കെ നേടിയിട്ടുണ്ട്. എന്തൊക്കെ അവാർഡുകളാണ് ഇതുവരെ വാരിക്കൂട്ടിയത്? ഒരുപാട്. ഞാൻ പണ്ട് വിചാരിക്കും ആൾക്കാർ എങ്ങനെ ഇതൊക്കെ ഓർത്ത് വെക്കുന്നത്. ഇപ്പൊ ഞാൻ ആ സ്റ്റേറ്റിലെത്തിയപ്പോ നമ്മൾ ഇന്നാളെ മോൻ പറയുന്നത് ഇതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ മറന്നു പോകുമ്പോ പ്രോജക്ട്സ് വരെ നമ്മൾ ചെയ്തതൊക്കെ മറന്നുപോയി. എന്തെല്ലാം ഞാൻ ചെയ്തു വെച്ചേ. ഞാൻ പറഞ്ഞു നിങ്ങക്ക് ഇരുന്ന് എഴുതിക്കൂടെ, എന്താ അമ്മ തന്നെ എഴുതണമെന്നുണ്ടാ, നീ തന്നെ ഇരുന്ന് ചെയ്ത് നിന്റെ ഹോംവർക്കാ വെക്കേഷനിലെന്ന് പറഞ്ഞിട്ട് മക്കളെ പറയാ അമ്മേന്റെ അടുത്ത് എന്തെങ്കിലും സജഷൻ പറഞ്ഞാൽ തിരിച്ച് നമ്മളെ അടുത്ത് തന്നെ വരുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ടൊറന്റോ ഇന്റർനാഷണൽ വിമൻ അവാർഡ്സ്, പിന്നെ ഇഫി ഗോവയില് ഇന്ത്യൻ പനോറമയില് സെലക്ടഡ് ആയിരുന്നു, പിന്നെ ലണ്ടനില്, കാനില്, പിന്നെ ജിൻചോൺ കൊറിയ, പിന്നെ ജർമ്മനിയില് സ്റ്റുട്ട്ഗർട്ട്, ഒരുപാട് സ്ഥലത്ത് പോയി. കാനഡയിൽ കുറെ ഫെസ്റ്റിവൽസിൽ പോയി, US പോയി. ഇപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാ പടവും ഓൾമോസ്റ്റ് എനിക്ക് ഇങ്ങനെ കുറെ. ഇപ്പം ചപ്പാസ് ആൽബം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഓസ്ട്രേലിയയിൽ ഇറ്റ് വാസ് സെലക്ടഡ് അറ്റ് എ ഫെസ്റ്റിവൽ. ഓർത്ത് വെക്കുന്നില്ല. അതാ സഞ്ജീവേട്ടൻ പറഞ്ഞ അത് നീ നോക്കി നിക്കല്ല, നിനക്ക് കിട്ടേണ്ടത് നിനക്ക് കിട്ടും, നീ അത് നോക്കി നിന്ന പിന്നെ ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോവും. ആ ഒരു സാധനം പുള്ളിക്കാരൻ ഇട്ട് തന്നോണ്ട് ഇപ്പം അങ്ങനെ നോക്കത്തില്ല. ഞാൻ കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. ഒരു ക്രിയേറ്റീവ് വർക്കിലായിരിക്കുക എന്നുള്ള ഒരു പ്രോസസ് എൻജോയ് ചെയ്യുന്നു, ഔട്ട്കമ്മിനെ പറ്റി വറി ചെയ്യാറേ ഇല്ല. എന്റെ മോനൊരു ഒരു പടം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഒഴുകി ഒഴുകി ഒഴുകി. അതിൽ എല്ലാരും വിളിച്ചു പറഞ്ഞു മോൻ അസാധ്യമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ കൽപ്പക്കവാടി അദ്ദേഹം എന്റെ കൂടെ സിനിമേന്റെ ഫസ്റ്റ് ഡേ റിലീസിന് കണ്ടു. അപ്പൊ ഞാൻ ചേട്ടൻ ഇവിടെ ഉണ്ടോ, പിന്നെ സഞ്ജീവിയുടെ പടം കാണാൻ പിന്നെ വരാണ്ട് എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു. BR പ്രസാദിലെ ലാസ്റ്റ് ഫിലിം ആയിരുന്നു. പിന്നെ സോബിൻ ഷാഹിർ, നറീൻ ഇവരൊക്കെ അഭിനയിച്ച എന്റെ മോൻ അതിനകത്ത് ക്യാരക്ടർ. അപ്പൊ ഞാൻ പടം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതാന്ന് മോൻ, ഈ മോനാന്ന് അഭിനയിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ശരി വെരി ഗുഡ് നല്ല മോനെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പടം കണ്ട് ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് സഡൻലി ഒരു 3-4 സീറ്റ് അപ്പുറത്താണ് ചെറിയ കൽപ്പകോടി അദ്ദേഹം ഇരിക്കുന്നത്. ഉടനെ തിരിഞ്ഞിട്ട് എന്റെ അടുത്ത് പറയാ ഈ പടത്തിൽ കാണുന്ന ദീപ്തിന്റെ മോനാണോ? ഞാൻ അതേ ചേട്ടാ. അല്ല ഇപ്പൊ കണ്ട മോനാണോ ആ മോൻ? ഞാൻ അതേ ചേട്ടാ. അപ്പത്തേക്ക് പറഞ്ഞ സ്വന്തം മോൻ? ഞാൻ അല്ല ചേട്ടാ വാടകയ്ക്കെടുത്ത മോൻ. സ്വന്തം മോനല്ല, എന്തൊരു ചോദ്യാ ചേട്ടാ എന്ന് പറഞ്ഞ മാതിരി. അവ ആ സമയത്ത് എല്ലാരും പറഞ്ഞു ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പയ്യനെ അഭിനയിച്ചു. പുള്ളിക്കാരന് സ്റ്റേറ്റ് അവാർഡിന് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു മോന് കിട്ടാതെ. പക്ഷെ ചേട്ടന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നോണ്ട് കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. നമുക്ക് വാട്ട് ഈസ് ഡിസേർവിങ് ടു അസ് ആർക്കും നിർത്താൻ പറ്റൂല. നമുക്ക് കിട്ടാൻ അർഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ആർക്കും നിർത്താൻ പറ്റില്ല. കിട്ടാനില്ലെങ്കിൽ കിട്ടൂല. ആ ഒരു കോൺസെപ്റ്റിൽ ജീവിച്ചു പോകുന്നോണ്ട് വിഷമമില്ല ആക്ച്വലി. മാഡം വളരെ കാലം മുന്നേ ഈ ഫീൽഡിൽ എത്തിയ ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് പുതിയതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യേണ്ടുന്ന ഒരു പൊസിഷനിൽ, ഇപ്പോൾ ഡയറക്ടർ എന്നൊക്കെ പറയുന്ന പൊസിഷനിൽ സ്ത്രീകൾ വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എത്ര സ്ത്രീ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞാലും ചില സാഹചര്യങ്ങളിലെങ്കിലും അവർക്ക് ആ ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരുമ്പോൾ മനസ്സുമെടുക്കാനും ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ വിചാരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള പുതിയ കുട്ടികളോട് അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ഒരു മെസ്സേജ് എന്നുള്ള രീതിക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് കാര്യത്തിലും ഹാർഡ്ഷിപ്സ് അനുഭവിക്കണം. അവസാനം എൻഡ് പ്രൊഡക്റ്റ് ലോകർ കാണുള്ളൂ. അത് എങ്ങനെ ചെയ്തു, എന്തെല്ലാം നിങ്ങൾ അനുഭവിച്ചു, അതാരും അറിയാൻ പോണില്ല. ഇപ്പം സഞ്ജീവേട്ടൻ പറഞ്ഞൊരു സാധനം, ഞാൻ പടം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ് വെച്ചിട്ട് സഞ്ജീവേട്ടൻ പറയുന്നത് അൾട്ടിമേറ്റ്ലി മോളെ പടം തീരുമ്പോഴത്തേക്ക് ഡയറക്റ്റഡ് ബൈ ദീപ്തി പിള്ളെ ശിവനെ വരാൻ പോണുള്ളൂ. ആ സമയത്ത് ഒരു മനുഷ്യനെ അറിയാൻ പോകുന്നില്ല, മറ്റേയാളെ ഹെൽപ്പ് ചെയ്തില്ല, മറ്റേയാൾ ഇങ്ങനെ ചെയ്തില്ല, ഇയാള് പറഞ്ഞ കേട്ടില്ല, ഇയാൾ ഈ ഷോട്ട് ഇങ്ങനെ കിട്ടിയില്ല, അത് ഇങ്ങനെ നടന്നില്ല. പടം നല്ലതാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് യുവർ ക്രെഡിറ്റ്. പടം ചീത്തയായാലും നിന്റെ ക്രെഡിറ്റ്. സോ വാട്ട് യു ഹാവ് ടു ഡു, നമ്മളെ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ വെച്ചിട്ട് ഏത് കാര്യത്തിലും നമ്മൾ ഫേസ് ചെയ്യേണ്ട. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സിനിമയിൽ മാത്രമല്ല, സിനിമയിലായിക്കോട്ടെ, കോർപ്പറേറ്റ് ലൈഫിലായിക്കോട്ടെ, നമ്മളുടെ ഒരു ഈവൻ ഓർഡിനറി പോസ്റ്റ് ഓഫീസ്, LIC, ബാങ്ക്, എല്ലായിടത്തും വിമൻ ഫേസ് ദിസ് ഇഷ്യൂ. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് നമ്മളുടെ ഫീൽഡിൽ മാത്രമല്ല, എവിടെ വിമൻ ഫോക്സ് ആർ ദെയർ വർക്കിംഗ് ഇൻ എനി ഓർഗനൈസേഷൻ ഞാനിപ്പോൾ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും കോമ്പറ്റീഷൻ ഉണ്ട്, കുശുമ്പുണ്ട്, കുന്നായ്മുണ്ട്. സംബഡി വാണ്ട്സ് ടു ക്രെഡിറ്റ് എടുക്കാനുണ്ട്, നമ്മൾ ചെയ്ത വർക്കിന് ക്രെഡിറ്റ് എടുക്കാൻ ആൾക്കാരുണ്ട്. അതിന് നമ്മളിങ്ങനെ ഞെട്ടിയിരുന്നു പോകും.
ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് സ്വന്തമായിട്ട് പുകഴ്ത്തി പറയാൻ അറിഞ്ഞൂടാ, മാർക്കറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. ചില പേർക്ക് ഒരു പണിയെടുക്കാണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ കഴിവാണ് അത്, നമ്മളെ കഴിവുകേടാന്നത്. പക്ഷെ ആ കഴിവുകേട് കാരണം നമ്മളിരുന്ന് കരിഞ്ഞം പിടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഷുഡ് ഫൈറ്റ് ഇറ്റ് ഔട്ട്. ഈവൻ ഇൻ നമ്മൾ ആനിമൽ കിങ്ഡമിൽ നോക്കുന്നത് ഒരു ലയണും ലയനസിലും ഒരു സ്ത്രീ ലയണാണ് എല്ലാവർക്കും പേടി ആക്ച്വലി ദാൻ ദ ലയൺ. ഈവൻ ടൈഗറസിൽ ടൈഗറസിനാണ് പവർ കൂടുതൽ. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ആരിനി നിർത്തിയാലും ഇടിച്ചു പൊളിച്ച് പോയിട്ട് ചെയ്യുക. അതിനെ എന്ത് ഫേസ് ചെയ്ത അവർ പറയും അവള് ഭയങ്കര അഹങ്കാരിയാണ്, നമ്മള് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ നമ്മൾ നല്ലതാണെങ്കിലും ആൾക്കാർ പറയും അവള് ആറ്റിറ്റ്യൂഡാ. അമ്മ പറയായിരുന്നു പണ്ട്, നിന്നെ നല്ലത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ നിന്നെ നല്ലതേ കാണുള്ളൂ, നിന്നെ ചീത്ത കാണാനുള്ള ആഗ്രഹങ്ങൾ നിനക്ക് ചീത്തയെ കാണുള്ളൂ. അപ്പം പിന്നെ വേറെ ആൾക്കാർ നിന്നെ ജഡ്ജ് ചെയ്യുന്നത് നിന്റെ കോൺഷ്യൻസ് നിനക്ക് അറിഞ്ഞൂടെ, നീ നിന്റെ കോൺഷ്യൻസിന് വർക്ക് ചെയ്യുക. സോ ജസ്റ്റ് വർക്ക് ഫോർ യുവർ കോൺഷ്യൻസ്. മനസാക്ഷിനെ വഞ്ചിച്ചോണ്ട് ഒരു തെറ്റും ചെയ്യരുത്, അതേ ഉള്ളൂ. അതിൽ ബാക്കി ഫേസ് ചെയ്യാൻ പോകുന്ന വർക്കിലെല്ലാം ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ചെയ്യുക. ഈശ്വരൻ മുകളിലുണ്ട്. ബാഷ് ഓൺ റിഗാർഡ്ലെസ്, അൾട്ടിമേറ്റ്ലി യു ആർ ദ വിന്നർ. അതിൽ ഹാർഡ്ഷിപ്സ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദിസ് പ്രൊഫഷൻ, എവറി വുമൺ ഐ സേ ദിസ് ആൻഡ് ദാറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് അഡ്വൈസ്. ബിക്കോസ് ഞാൻ അത് ഫേസ് ചെയ്തതാണ്. നോട്ട് ജസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി, നോട്ട് ജസ്റ്റ് കോർപ്പറേറ്റ് വേൾഡ്, എവറിവെയർ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? താരേ സമീൻ പർ എന്താണ് എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ടോക്സ് അബൌട്ട് അമ്മ ആൻഡ് ഐ വാസ് ഓൾവേസ് അറ്റാച്ച്ഡ് ടു അമ്മ. ഈ ഇടയ്ക്കായിട്ട് ഐ ലോസ്റ്റ് മൈ മദർ. പക്ഷെ ഇന്നും എപ്പോഴും ഓർക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അമ്മേനെ ഓർത്തിട്ട് ആ ഒരു പാട്ട് ഞാൻ ഷെയർ ചെയ്യണു. മേരിമ ശങ്കർ മഹാദേവൻ പാടിയ പാട്ടാണ്. അതുകൊണ്ട് ആ ഒരു ഫീൽ എപ്പോഴും ഉണ്ട്. എനിക്ക് ഇപ്പോഴും കണ്ണെന്ന് വെള്ളം വരും അത് കേൾക്കുമ്പോൾ. ഓക്കെ, നമുക്ക് കേൾക്കാം. ഇത്രയും സമയം വളരെ സന്തോഷത്തോടെ മാഡത്തിന്റെ ജീവിതാനുഭവങ്ങളും കഥകളും തമാശയും ഒക്കെ പറഞ്ഞ് ആകാശവാണി ശ്രോതാക്കളെ സന്തോഷിപ്പിച്ചതിന്, ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളിൽ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കാനായി ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ എത്തിയതിനും, ഭാവി പദ്ധതികൾക്കായി എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ ഈ സന്തോഷവും ഈ വൈബ്രൻസും ഒക്കെ എല്ലാ കാലത്തും കൂടെ ഉണ്ടാവട്ടെ. ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇത്രയും നാൾ ഞാനൊരു റേഡിയോ സ്റ്റേഷൻ ഹെഡ് ചെയ്തിട്ടുള്ളൂ. അതിന് റേഡിയോ സ്റ്റേഷനിൽ ഇന്റർവ്യൂ കൊടുക്കണ്ട. അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ നിങ്ങളെ ഞാൻ ജീവിതകാലം മുഴുവൻ ഓർക്കും. റിയലി ബിഗ് താങ്ക് യു ഓൾ ഇന്ത്യ റേഡിയോ, ആകാശവാണി, എവ്രിബഡി. താങ്ക് യു സോ മച്ച്. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.